സപ്താഹങ്ങൾ നടത്തിടും ശുകമുഖ ബ്രഹ്മർഷിമാർ പോലും ഇസുപ്തന്മാരെ ഉണർത്തിടുന്നതു വിഭോ ത്വന്നാമസങ്കീർത്തനാൽ പ്രാപ്തിക്കൊത്ത തരത്തിലൊച്ച പതറാതോതുന്ന സങ്കീർത്തനം തപ്തം മാമകഹൃത്തടത്തിലണയാ ദീപം കൊളുത്തേണമേ. ഹരിയോം. ഭാഗവതത്തോണിയിലേറി ഭഗവാനിലേക്കൊരു ഭക്തിയാത്ര എന്ന ശ്രീമദ് ഭാഗവതാസ്വാദന ത്രിപക്ഷയജ്ഞം ഇന്ന് ഏകാദശ സ്കന്ധത്തിൽ ഭഗവാന്റെ ഉദ്ധവന് നൽകുന്ന ഉപദേശരംഗങ്ങളാണ് നമ്മളിന്ന് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉദ്ധവഗീത എന്ന് അറിയപ്പെടുന്ന ഈ ഭാഗം, അതിൽ തന്നെ ദത്താത്രേയ ഗീത, ഹംസഗീത, ഐളഗീത, ദ്വിജഗീത തുടങ്ങിയ പല പല ഭാഗങ്ങൾ. അതിൽ ദത്താത്രേയ ഗീത എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും അനുസ്മരിക്കുന്നത്. ഏകാദശ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം മുതൽ 13 കൂടിയുള്ള ഭഗവാന്റെ ഹംസാവതാരം അനുസ്മരിക്കുന്ന 13-ാമത്തെ അധ്യായം കൂടി 7 അധ്യായങ്ങളാണ് നമ്മളിന്ന് ഭാഗവതത്തോണിയിലെ വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ ആദ്യം പാരായണം ചെയ്യുന്നതും തുടർന്ന് അതിനെക്കുറിച്ച് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ഉദ്ധവനെ ഭഗവാൻ സാന്ത്വനിപ്പിച്ചു, ഉപേക്ഷിക്കൂ എല്ലാം ഭവാൻ എന്നിൽ തന്നെ സമർപ്പിച്ചിടൂ. ഇതിനായി പൃഥിവ്യാദി ഗുരുഭൂതന്മാരെ കാട്ടി ദത്താത്രേയ യദുരാജ സംവാദം ചൊല്ലി. പെരുമ്പാമ്പു മുതൽ വേശ്യാസ്ത്രീ വരെയുള്ളതാം പല ഗുരുക്കന്മാർ വേണ്ട കാര്യം കാണിച്ചിടുന്നു. ദത്താത്രേയൻ എന്ന മുനി ചൊല്ലുന്നതാം കഥകളെ ഉദ്ധവനായി ഭഗവാനോ പറഞ്ഞു മെല്ലെ. പക്ഷി മുതൽ കുട്ടി വരെയുള്ള 7 ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന തത്വം പിന്നീടു ചൊല്ലി. 25-ാം ഗുരു ദേഹം തന്നെ എന്നും ചൊല്ലി, യദുവിനെ പോലെ എങ്ങും ത്യജിച്ചിടണം. കർമ്മങ്ങളെ ഈശ്വരനു സമർപ്പണമായി ചെയ്യൂ. ഗുരുവിനെ സമീപിക്കൂ, ജ്ഞാനം തെളിക്കൂ. ഗുരു ശിഷ്യബന്ധത്തിങ്കൽ നിന്നുണരും ജ്ഞാനാഗ്നിയാൽ സർവകർമ്മങ്ങളെയും നൽഭസ്മമാക്കിയിടും. ദേഹത്തിലിരിക്കുമ്പോഴും ദേഹബന്ധമില്ലാത്തവൻ മുക്തനെന്നും അപരന്മാർ ബദ്ധന്മാരെന്നും അറിയുക. സജ്ജനത്തിൻ ഗുണങ്ങളെ അറിയുക. ഉദ്ധവ നീ എൻ്റെ ഭൃത്യൻ സഖാവുമല്ലോ. സത്സംഗത്തിൻ മഹിമയെ പറയുന്നു വീണ്ടും കൃഷ്ണൻ. സത്സംഗത്താൽ രക്ഷ നേടും പാപികൾ പോലും. കർമ്മമുക്തി നേടിയിടുവാൻ കർമ്മം ചെയ്യുകയും വേണം. ഉദ്ധവന്റെ നേരെ നോക്കി ഭഗവാൻ ചൊല്ലി. ദുഃഖങ്ങൾ നശിച്ചിടുവാൻ മനസ്സിനെ ഈശ്വരങ്ങൾ ഉറപ്പിക്കുകയും വേണം എന്നുമറിയൂ. ഇക്കാര്യത്തെ ബോധിപ്പിക്കാൻ ഹംസമായി പണ്ടു ഞാനും ക്ഷീരനീരവിവേകിയായി കാര്യങ്ങൾ ചെയ്യൂ. നാരായണ 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 രാധാ ഗോവിന്ദ ഗുരുവാദേശ
പുരുഷജന്മമെനിക്കിനിയുണ്ടെങ്കിൽ പേരുറ്റ ഗോകുല പുണ്യഭൂവിൽ വെണ്ണ പാൽ കക്കാനും കന്നിനെ മേയ്ക്കാനും കണ്ണനാമുണ്ണി എഴുന്നള്ളുമ്പോൾ ഛായ പോലെപ്പോഴുമൊപ്പം നടക്കുന്നോരായ കിടാവായി ജനിക്കാവു ഞാൻ. കാമിനി ജന്മമാണുള്ളതെനിക്കെങ്കിൽ കാളിന്തി കൂലത്തിലർദ്ധരാത്രി ശാരദ ചന്ദ്രികയെത്തി നോക്കിയിടുന്ന മാലതി കുഞ്ചത്തിനുള്ളിലായി കണ്ണനെ കാത്തും കൊണ്ടൊറ്റയ്ക്കു വാഴുന്ന ധന്യയാം ഗോപിയായി തീർന്നാവു ഞാൻ. ധന്യയാം ഗോപിയായി തീർന്നാവു ഞാൻ. തിര്യക്കിൻ യോനി ഞാൻ പ്രാപിക്കയാണെങ്കിൽ സൂര്യജാതീരത്തിലാൾ ചുവട്ടിൽ പുഞ്ചിരി ചിന്തിയും കൺമിഴി വെട്ടിച്ചും പൂങ്കുഴലൂതുന്ന നന്ദജന്റെ ചേലിൽ പിണച്ചുള്ള ചേവടി നക്കുന്ന കാലിക്കിടാവായി പിറന്നാവു ഞാൻ. അണ്ടജഗർഭത്തിൽ വീണിടും ഞാനെങ്കിൽ പുണ്ടരീകേക്ഷണനമ്പാടിയിൽ ഏറും രസമോടെ മാമുണ്ട പൊൻകിണ്ണം മോറുവാൻ കൊണ്ടുപോകുന്ന ലാക്കിൽ വേഗം ചെന്നുച്ഛിഷ്ടം കൊത്തിത്തിന്നിടുന്ന കാകന്റെ കോലം കൈക്കൊണ്ടാവു ഞാൻ. ഉദ്ഭിജജാതിയിൽ ഞാൻ പിറന്നീടുകിൽ അത്ഭുത വൃന്ദാവിപീനത്തിങ്കൽ മാടിനെ പിന്നാലെ കല്ലിലും മുള്ളിലും ഓടി നടക്കുന്ന കാർവർണ്ണൻ്റെ ഓമനത്തൃക്കാൽ കൊണ്ടുള്ള ചവിട്ടേറ്റു കോൾമയിർ കൊള്ളും പുല്ലാകാവു ഞാൻ. പാഷാണഭാവമെനിക്കു ഭവിക്കുകീലീശാനനൻ പോലും നുകർന്നിടുവാൻ കാതോർത്തു നിൽക്കുമാറച്യുതൻ ഭംഗിയിൽ ഊതുന്ന മോഹന വേണുഗീതം കേൾക്കുമ്പോൾ മോദത്തിൽ മുങ്ങിയലിഞ്ഞുടൻ നേർക്കുന്ന കല്ലായി ചമഞ്ഞാവു ഞാൻ. കേൾക്കുമ്പോൾ മോദത്തിൽ മുങ്ങിയലിഞ്ഞുടൻ നേർക്കുന്ന കല്ലായി ചമഞ്ഞാവു ഞാൻ. കൃഷ്ണ നേർക്കുന്ന കല്ലായി ചമഞ്ഞാവു ഞാൻ. കാവ്യകൗസ്തുഭത്തിൻ്റെ കാവ്യധാരയിലെ കാവ്യനിവേദ്യത്തിലെ ശ്യാമസുന്ദരൻ എന്ന ഗ്രന്ഥത്തിലെ എൻ്റെ മോഹം എന്ന കവിതയാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ദേവദേവേശയോഗേശ പുണ്യശ്രവണകീർത്തന സംഹൃത്യൈതൽ കുലം നൂനം ലോകം സന്ധ്യക്ഷ്യത്തെ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹൻ നയതീശ്വര. നാഹം തവാഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമ നയമാമപി. ഉദ്ധവൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന്
ഈ ലോകത്ത് നിന്ന് അവിടുത്തെ ലോകത്തിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ അടിയനെ കൂടി ആ ലോകത്തിലേക്ക് കൊണ്ടുപോകണം. അവിടുത്തെ വിട്ടുപിരിഞ്ഞുകൊണ്ട് അരനിമിഷം പോലും, നിമിഷാർത്ഥം പോലും ഇരിക്കാൻ അടിയന് സാധിക്കില്ല. അതുകൊണ്ട് അടിയനെ കൂടി സ്വധാമനയമാമപി, അടിയനെ കൂടി കൊണ്ടുപോകണം എന്ന് ഉദ്ധവൻ പറഞ്ഞപ്പോൾ ഉദ്ധവൻ്റെ ഉള്ളിൽ ഉള്ള വിചാരവികാരങ്ങളെ നല്ലപോലെ അറിയുന്ന ഉത്തമസ്വരൂപനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, അങ്ങ് വിചാരിച്ചതും അങ്ങ് പറഞ്ഞതും ഒക്കെ ശരിയാണ്. ബ്രഹ്മാവ്, മഹാദേവൻ എന്നീ ദേവശ്രേഷ്ഠന്മാരും ഇന്ദ്രാദി ദേവന്മാരുമൊക്കെ ഞാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു ചെല്ലണം എന്നുള്ള ആഗ്രഹം അറിയിച്ചു കഴിഞ്ഞു. 125 വർഷക്കാലമായി കപടമാനുഷവേഷം കെട്ടിയാടുന്ന എനിക്ക് ഈ വേഷം അഴിച്ചു വെക്കേണ്ട സമയമായി. അവതാരോദ്ദേശമായിരിക്കുന്ന ദേവകാര്യം, ഭൂമിയിലെ സമാധാനത്തെയും ധർമ്മത്തെയും പുനഃസ്ഥാപിക്കുക, അധർമ്മത്തെ ഇല്ലാതെയാക്കുക, ദുഷ്ടക്ഷത്രിയന്മാരെ ഇല്ലാതെയാക്കുക തുടങ്ങിയ പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞു. ബ്രാഹ്മണശാപം കൊണ്ട് അന്യോന്യം യുദ്ധം ചെയ്ത് യദുവംശം കൂടി താമസിയാതെ നശിക്കും. ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോയാൽ പിന്നെ കലിയുഗം ആരംഭിക്കുകയായി. കലികാലത്തെ ജനങ്ങൾ മിക്കവരും അധർമ്മികളായിട്ട് തീരും. അവരുടെ ഇടയിൽ കഴിഞ്ഞുകൂടാൻ അങ്ങക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എന്നെ നിഷ്പ്രയാസം പ്രാപിക്കാനുള്ളൊരു വഴി, ഇവിടെ ഞാൻ പോയാലും എൻ്റെ ലീലകൾ പാടാനും മറ്റുള്ളവരെ കേൾപ്പിക്കാനും അങ്ങ് ഇവിടെ ഉണ്ടാവണം. എന്നിട്ട് അങ്ങ് എന്നിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും ഞാനിപ്പോൾ പറഞ്ഞു തരാം. അങ്ങ് എന്തു വേണം? സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്നേഹത്തെ നിശേഷം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് സമദൃക് വിചരസ്വക. എല്ലാത്തിലും എന്നെ കണ്ടുകൊണ്ട് മനസ്സ്, വാക്ക്, കണ്ണ്, കാത്, മറ്റിന്ദ്രിയങ്ങൾ, ഇതുകൊണ്ട് അറിയപ്പെടുന്ന പ്രപഞ്ച വസ്തുക്കളെല്ലാം നശിക്കുന്നവയാണെന്ന് മനസ്സിലാക്കി സ്വജനസ്നേഹത്തെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ അങ്ങക്ക് സാധിക്കും. സ്നേഹമില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ അടക്കാൻ പ്രയാസമില്ല. മനസ്സടങ്ങിക്കഴിഞ്ഞാൽ ആത്മാവായ തന്നിൽ നിന്ന് അന്യമായതെല്ലാം മിഥ്യയാണെന്ന് അനുഭവം വരും. മനസ്സടങ്ങാത്ത സമയം വരെ നാനാത്വബോധമുള്ളൂ. നാനാത്വം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണദോഷങ്ങൾ, ധർമാധർമ്മങ്ങൾ എന്നീ ഭേദങ്ങളൊക്കെ സത്യമായിട്ട് തോന്നും. നാനാത്വബോധമുള്ളവന് കർമ്മം, അകർമ്മം, വികർമ്മം എന്നീ ഭേദമുണ്ടാവും. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്താ വേണ്ടത്? ആദ്യം എല്ലാത്തിനെയും ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് പറഞ്ഞത് യോഗേശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക്, പരമഭക്തന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ശരീരാഭിമാനം ഉപേക്ഷിക്കാൻ കഴിയും. എന്നാൽ അങ്ങനെയല്ലാത്ത ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ശരീരത്തിൽ ഞാനെന്നും ശരീരത്തോട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റേതെന്നുമെന്ന തോന്നൽ നിശേഷം നശിപ്പിക്കാൻ എന്താ അതിനൊരു വഴി? സാധാരണ രീതിയിൽ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. ത്യാഗം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഭഗവാനെ. അതുകൊണ്ട് അതിനുള്ള വഴി കൂടി പറഞ്ഞു തരണം എന്ന് അവിടെ ഏതാ സൂചിപ്പിക്കുന്നു. അപ്പോൾ വിരക്തനും സംസാരതാപം കൊണ്ട് തപിക്കുന്നവനുമാണ് ഞാൻ. സർവജ്ഞനും സർവേശ്വരനും കാലത്തിൻ്റെ ബാധയില്ലാത്ത വൈകുണ്ഠത്തിലിരിക്കുന്ന അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അവിടുന്ന് അതിനുള്ള വഴി പറഞ്ഞു തരണേ. തസ്മാൽ ഭവന്തം അനവദ്യം അനന്തപാരം സർവജ്ഞം ഈശ്വരം അഗുണ്ഠവികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമുഖ വ്രജനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ എന്ന് പറഞ്ഞ് കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചു. ഉദ്ധവൻ്റെ ആ അപേക്ഷയെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ജ്ഞാനോപദേശം ആരംഭിക്കുകയാണ്. ഇതാണ് ഉദ്ധവഗീത എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നു വീണ പാർത്ഥന് ഭഗവാൻ കർമ്മത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഉപദേശം കൊടുത്തു. അത് ഭഗവത്ഗീത എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി അത് ഉദ്ധവന് ഉപദേശിച്ചു കൊടുക്കുന്നു. അത് ഭക്തൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഭക്തന്മാർ അങ്ങനെയാണ് പറയാറുള്ളത്, ഉദ്ധവഗീത എന്നാണ് പറയാറുള്ളത്. ഭഗവാൻ പറഞ്ഞു, മനസ്സിലെ തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ശരീരാഭിമാനം ദൃഢമായി നിൽക്കുന്നത്. അപ്പോൾ എന്തു വേണം? ലോകതത്വങ്ങളെ വേണ്ട പോലെ വിചാരം ചെയ്ത് വിവേകികളായിട്ടുള്ള ആളുകൾ മനസ്സിനെ ശുദ്ധമാക്കി കൊണ്ടിരിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും തനിക്ക് താൻ തന്നെയാണ് ശരിയായ ഗുരു. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ശരീരമാണ് താൻ എന്ന തോന്നലകറ്റി താൻ ആത്മാവാണെന്ന അനുഭവം ഉണ്ടാക്കി തീർക്കാൻ
നമുക്ക് തന്നെ സാധിക്കും. ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം നശിക്കുന്നതാണ് എന്ന അറിവ് പ്രത്യക്ഷ പ്രമാണമാണ് അല്ലേ? നശിക്കുന്ന പ്രപഞ്ച വസ്തുക്കൾക്ക് അധിഷ്ഠാനമായി നാശരഹിതമായിരിക്കുന്ന ആത്മതത്വം വിളങ്ങുന്നു എന്ന് വിചാരം ചെയ്ത് അറിയലാണ് അനുമാനം എന്ന് പറയുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരമല്ല ഞാൻ. പിന്നെയോ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളോ അവയെ അറിയുന്ന കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളോ വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളോ അല്ല. മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. ഈ 24 തത്വങ്ങളുടെയും ആശ്രയമായ ആത്മാവാണ് എന്നിങ്ങനെ സാഖ്യശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ടുള്ള തത്വവിചാരം കൊണ്ടും അതേപോലെ തന്നെ ചിത്തവൃത്തികളെ ആത്മാവായ തന്നിൽ ലയിപ്പിക്കലാകുന്ന യോഗം കൊണ്ടും സകല ശക്തികളുടെയും ഉറവിടമായ ആത്മതത്വത്തെ മനുഷ്യജീവിതത്തിൽ പ്രയത്നിക്കുന്ന ആളുകൾ തന്നിൽ താനായിട്ട് അറിയണു. എല്ലാ ശരീരത്തിലും വെച്ച് ശ്രേഷ്ഠമാണ് മനുഷ്യ ശരീരം. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന, ഇതിനെ ഉപകരണങ്ങളാക്കി പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യർക്ക് ആത്മതത്വത്തെ അനുമാനം കൊണ്ട് അറിയാൻ സാധിക്കും ആ ഭഗവാനെ. മനുഷ്യജീവിതത്തിൽ വിചാരശക്തി വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ശരീരാഭിമാനം അകലണം. ആത്മതത്വത്തെ അറിഞ്ഞു പ്രാപിക്കാൻ സാധിക്കും. ഇത് ബോധിപ്പിക്കാനായി ഞാൻ അങ്ങക്ക് ഒരു സംഭാഷണം കേൾപ്പിക്കാം അല്ലേ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പണ്ട് എൻ്റെ പൂർവികനായിരിക്കുന്ന യദു മഹാരാജാവിൻ്റെ അടുത്ത് ദത്താത്രേയൻ എന്നൊരു അവധൂതൻ പറഞ്ഞ സംവാദമാണത്. അതങ്ങേ കേൾപ്പിക്കാം, അതങ്ങോട്ട് കേട്ടോളൂ. ആത്മാനുഭൂതിയുടെ ദൃഢത കൊണ്ട് ഭയരഹിതനായി അഭയസ്വരൂപിയായ ഭഗവാൻ മാത്രമാണ് ഏകസത്യം എന്നറിഞ്ഞ പരമജ്ഞാനിയാണ് ദത്താത്രേയൻ എന്ന യുവാവ്. ഭഗവാന്റെ തന്നെ അവതാരാണ്. ആ ദത്താത്രേയനെ ഒരിക്കൽ യദു മഹാരാജാവ് കാണുകയാണ്. അദ്ദേഹത്തിന് അത്ഭുതപ്പെട്ടു. കാരണം അങ്ങക്ക് എങ്ങനെയാണ് ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്? കാരണം അങ്ങ് ജഡനെ പോലെ, ഭ്രാന്തനെ പോലെ, പിശാചിനെ പോലെ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങ് സമർത്ഥനാണ്, വിദ്വാനാണ്, സുന്ദരനാണ്, അമൃതവാണിയായിട്ടുള്ള ആ വാക്കുകൾ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ അങ്ങ് ഒന്നും ആഗ്രഹിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണില്ല. പല ആഗ്രഹങ്ങൾ കൊണ്ടും കിട്ടിയത് പോരാ എന്ന് ഉള്ള ലോഭം കൊണ്ടും ജനങ്ങളിങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിയാൻ സാധിക്കണു. തെളിനീര് നിറഞ്ഞ തടാകത്തിൽ ആന മുങ്ങിക്കുളിക്കുന്നത് പോലെ അങ്ങ് സമാധാനമായിട്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് അങ്ങക്ക് സാധിക്കണത്? എനിക്ക് അത്ഭുതമുണ്ട്. കാരണം എനിക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തി ആണ് ഞാൻ. എന്നിട്ട് എനിക്ക് ഈ ആനന്ദമോ ഈ സൗഭാഗ്യമോ അല്ലെങ്കിൽ ഈ സാവകാശമോ സൗകര്യമോ ഒന്നും അനുഭവപ്പെടണില്ല. ഞാൻ എപ്പോഴും സമ്മർദ്ദത്തിലാണ് അല്ലേ? ഇപ്പോഴത്തെ ആധുനിക കാലത്ത് പറയും എപ്പോഴും ടെൻഷനാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന അങ്ങയെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യദു മഹാരാജാവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കണം എന്ന് തീർച്ചപ്പെടുത്തി അവധൂതൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിരവധി ഗുരുനാഥന്മാരുണ്ട്. ഒരു ഗുരുനാഥനല്ല, സന്ധ്യമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിത. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഈ ലോകത്ത് പല പല ഗുരുനാഥന്മാരെയും തിരഞ്ഞെടുത്തു. അങ്ങനെയുള്ള ഗുരുനാഥന്മാരിൽ ഒരു 24 പേരെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാർ എന്നുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി പറയാൻ പോണത്. ഇപ്പോൾ പറഞ്ഞു, പൃഥിവി, വായുരാകാശ ആപോഗ്നിശ്ചന്ദ്രമാ രവി, കപോതോ അജഗര സിന്ധു, പതംഗോ മധുകൃദ്ഗജ, മധുഹ ഹരിണോ മീന, പിങ്കള കുരരോദ്ഭഗ, കുമാരി ശരകൾ സർപ്പ, ഊർണനാഭി സുപേശകൃ. ഇങ്ങനെ എനിക്ക് 24 ഗുരുക്കന്മാരുണ്ടെന്നാണ്. ഭൂമിയിൽ നിന്ന് തുടങ്ങി, ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, മാടപ്രാവ്, പെരുമ്പാമ്പ്, സമുദ്രം, ഇയാമ്പാറ്റ, വണ്ട്, ആന, തേനെടുക്കുന്നാൾ, മാൻ, മത്സ്യം, പിങ്കള എന്ന വേശ്യാസ്ത്രീ, ഒരു കുരരപ്പക്ഷി, ഒരു ചെറിയ കുട്ടി, പിന്നെ കുമാരി, ശരമുണ്ടാക്കുന്നയാള്, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ. ഇങ്ങനെ 24 പേര് എൻ്റെ ഗുരുനാഥന്മാരാണ്. ഇനി എങ്ങനെയാണ് അവരെന്നെ പഠിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ? ഞാൻ അവരിൽ നിന്ന് ഇതൊക്കെ പഠിക്കുകയാണ് ചെയ്തത്. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവരെ കണ്ടപ്പോൾ എനിക്ക് അവരിൽ നിന്ന് ചിലതൊക്കെ പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്? ഭൂമിക്ക് വികാരങ്ങളൊന്നും ഇല്ല.
ഒരു വികാരമില്ലാതെ എല്ലാത്തിനെയും സഹിക്കണു അല്ലേ? സർവം സഹായം എന്നാണ് ഭൂമിയെ തന്നെ പറയുക. ക്ഷമയാ ധരിത്രി എന്നാണ് പറയുക. ഇപ്പോൾ കുത്തിക്കുഴിക്കുകയോ മലിനപദാർത്ഥങ്ങൾ കൊണ്ടിടുകയോ ഒന്നും ചെയ്താലും ഭൂമി അതിൽ യാതൊന്നും തിരിച്ചു ചെയ്യില്ല. ഇതേപോലെ പ്രാരബ്ധത്തിനടിമപ്പെട്ട് ചിലർ തന്നെ ദ്രോഹിക്കും, അതിന് പ്രതിക്രിയ ചെയ്യണില്ല, മനസ്സ് ക്ഷോഭിക്കണില്ല, ക്ഷമയോടെ ജീവിക്കണം എന്ന പാഠം ഞാൻ ഭൂമിയിൽ നിന്ന് പഠിച്ചു. ഭൂമിയുടെ വികാരങ്ങളായിട്ടാണ് പർവ്വതങ്ങളും വൃക്ഷങ്ങളൊക്കെ. അതും തങ്ങളുടേതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കണു. അവയെപ്പോലെ ത്യാഗിയായി ജീവിക്കണം എന്ന ജ്ഞാനവും ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. പിന്നെ വായുവിൽ നിന്ന് പഠിച്ചത്, ശരീരത്തിനകത്തുള്ള പ്രാണവായുവിൽ നിന്ന് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ക്ഷോഭം തട്ടാത്ത തരത്തിൽ അല്പാഹാരം കഴിച്ചാൽ മതി എന്ന പാഠം ഞാൻ പഠിച്ചു. പ്രാണൻ ശരീരം നിലനിൽക്കാൻ അത്യാവശ്യമുള്ള ആഹാരമേ ആവശ്യപ്പെടുള്ളൂ. വായു ഒന്നിനോടും ബന്ധപ്പെടാതെ നിസ്സംഗനായി സഞ്ചരിക്കുന്നത് പോലെ യോഗിയും അല്ലെങ്കിൽ സുഖം ആഗ്രഹിക്കുന്ന ആളും നിസ്സംഗനായി സഞ്ചരിക്കണം എന്ന് ഞാൻ പഠിച്ചു. പുറമെ വായിൽ നിന്ന് അത് പഠിച്ചു, അകത്ത വായുവിൽ നിന്ന് അല്പാഹാരിയാവണമെന്ന് പഠിച്ചു. അപ്പം എല്ലാ വസ്തുക്കളുടെയും അകത്തും പുറത്തും ആകാശം നിറഞ്ഞിരിക്കുന്നു. ആകാശത്തിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്? ആകാശത്തിന് പരിച്ഛിന്നത അല്ലെങ്കിൽ ഖണ്ഡത്വം ഉണ്ടാവണില്ല. ആത്മാവ് ഇതേപോലെ തന്നെയാണ്, എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കണു. ശരീരങ്ങളെ കൊണ്ടത് പരിച്ഛിന്നമായി തീരണില്ല, അഖണ്ഡമായി തന്നെ ഇരിക്കണു. ഇത് ആകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ്. അഗ്നി, ജലം, ഭൂമി ഇവയുടെ വികാരങ്ങളായ ശരീരങ്ങൾ ആത്മാവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിലും വായുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് തന്നിൽ വന്നു ചേരുന്ന മേഘങ്ങളോട് ആകാശത്തിന് ചേർച്ചയില്ലാത്തതുപോലെ ആത്മാവിന് ഈ ശരീരവുമായിട്ട് യാതൊരു ചേർച്ചയുമില്ല എന്ന വലിയൊരു തത്വത്തെ ഞാൻ ആകാശത്തിൽ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചത് മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നതിനായി ജീവിക്കണം എന്ന് ഞാൻ പഠിച്ചു. അഗ്നിയിൽ എന്തുകൊണ്ടിട്ടാലും എന്തു ചെയ്യും? അഗ്നി അതിൻ്റെ ഗുണദോഷങ്ങൾ നോക്കാതെ അഗ്നി അതിനെ ദഹിപ്പിക്കണു. ഇതുപോലെ ഭിക്ഷയായി കിട്ടുന്ന ആഹാരപദാർത്ഥങ്ങളുടെ ഗുണദോഷങ്ങൾ നോക്കാതെ ഭക്ഷിക്കണമെന്ന അറിവ് അഗ്നിയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു. അഗ്നി വിറകുള്ളപ്പോൾ പ്രകടമായും വിറക് തീർന്നാൽ അവ്യക്തമായിട്ടിരിക്കുന്നത് പോലെ തൻ്റെ മാഹാത്മ്യത്തെ ചില സമയത്ത് പ്രകാശിപ്പിച്ചും ചിലപ്പോൾ തന്നിൽ ഒതുക്കിയും ജീവിക്കണം എന്ന് അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചു. വിറകിൻ്റെ ആകൃതി അഗ്നിക്ക് കാരണമായി തീരണു എന്ന് മാത്രമേ ഉള്ളൂ. അഗ്നിക്ക് സ്വയമായിട്ടുള്ളൊരു ആകൃതിയില്ല. ഇതേപോലെ ആത്മാവും ശരീരങ്ങളുടെ രൂപത്തിൽ പ്രകടമായി തീരുകയാണ് എന്ന വസ്തുത അഗ്നി എന്നെ പഠിപ്പിച്ചു. അഗ്നിജ്വാലകൾ അനുനിമിഷമുണ്ടായി നശിക്കുന്നത് പോലെ ജീവജാലങ്ങളുടെ ഉൽപ്പത്തി ലയം നിമിഷം തോറും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ വിളക്കിൽ തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ തിരിയിലെ എണ്ണ, ആ വിളക്കിലെ എണ്ണ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. പക്ഷെ നമുക്കത് അറിയാൻ സാധിക്കില്ല. എല്ലാം കഴിഞ്ഞ് ആ പടുതിരി കത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇതേപോലെ നമ്മുടെ ജീവിതവും അനുനിമിഷം നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധം അഗ്നി എനിക്ക് പകർന്നു തന്നു. എന്തു കൊടുത്താലും അതിനെ ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. കാരണം എന്താ? അഗ്നിയിലേക്ക് എന്തിട്ടാലും അത് ശവശരീരമാണെങ്കിലും അതിനെ ശുദ്ധീകരിക്കും, അതല്ല യാഗത്തിന് ഹവിസാണെങ്കിലും അതിനെ ശുദ്ധീകരിക്കും. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അഗ്നി. അഗ്നിയിൽ നിന്ന് ഞാനത് പഠിച്ചു. അതേപോലെ ആ നിർമ്മലമായിരിക്കണം, ശുദ്ധമായിരിക്കണം എന്ന് ജലത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. അടുത്തത് പിന്നെ പറഞ്ഞത് ചന്ദ്രനിൽ നിന്ന് പഠിച്ചതാണ്. പൃഥ്വി, വായുരാകാശ, ആപോഗ്നി, ചന്ദ്രമാ, രവി. ചന്ദ്രനും സൂര്യനും. ചന്ദ്രനെ ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ ഇങ്ങനെ വലുതായി വന്ന് അവസാനം വെളുത്ത വാവിൻ്റെ അന്ന് പരിപൂർണനായി, പിന്നെ ചെറുതായി വന്ന അമാവാസയുടെ അന്ന് പരിപൂർണമായിട്ടില്ലാതെയായി. പക്ഷേ സത്യത്തിൽ ചന്ദ്രൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ചന്ദ്രനൊന്നും സംഭവിക്കണില്ല. ചന്ദ്രൻ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേപോലെ ആത്മാവിൻ്റെ അംശമായിരിക്കുന്ന ശരീര മനോബുദ്ധികൾക്കാണ് ഉൽപ്പത്തിയും നാശവും, ആത്മാവിനല്ല എന്ന് ചന്ദ്രനായ ഗുരു എന്നെ പഠിപ്പിച്ചു. സൂര്യൻ അടുത്ത ഗുരുനാഥനാണ്. സൂര്യൻ എന്ത് ചെയ്യണു? തൻ്റെ രശ്മികളെ കൊണ്ട് ജലം വലിച്ചെടുത്ത് നീരാവിയാക്കി മാറ്റി മേഘങ്ങളായി തീർന്ന് മഴയായി വർഷിക്കുന്നു. എന്നാൽ ഇതിനെന്തെങ്കിലും കേമത്വം സൂര്യൻ പറയാറുണ്ടോ? അഭിമാനം ഇല്ല. ഇതേപോലെ സുഖം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഈശ്വരഭക്തൻ
അതേപോലെ ആ പ്രപഞ്ചത്തിൽ നിന്ന് പല അറിവുകളും സ്വീകരിച്ച് അത് അർഹതപ്പെട്ട ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അതിൽ അഭിമാനിക്കരുത്. ജലപാത്രങ്ങളിൽ പല സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും. താഴത്തെ ജലം നിറച്ച പാത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലെ സൂര്യൻ അതിലെ പ്രതിബിംബമായിട്ട് കാണും. എന്നാൽ ഒരേ ഒരു സൂര്യനേ ഉള്ളൂ. ഇതേപോലെ തന്നെ ശരീരങ്ങൾ പലതായതുകൊണ്ട് അവയിൽ ആത്മപ്രതിബിംബങ്ങൾ വേറെ വേറെ ജീവന്മാരായി തോന്നുകയാണ്. സത്യത്തിൽ ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന സത്യം എന്നെ പഠിപ്പിച്ചത് സൂര്യനാണ്. പിന്നെ ഒരു മാടപ്രാവിൻ്റെ കഥ എന്നെ കുടുംബസ്നേഹം എന്നല്ല, ആരോടും അമിതമായ സ്നേഹവും ബന്ധവും വെച്ചു പുലർത്തരുത്, അത് ദുഃഖത്തിന് കാരണമാവും എന്ന് പഠിപ്പിച്ചു. നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ലേ? നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്തുന്ന ഒരു പശു ആവട്ടെ, ഒരു നായയാവട്ടെ, ഒരു കിളിയാവട്ടെ, എന്തിന് ജീവനില്ലാത്ത വാഹനങ്ങളോട് പോലും നമുക്ക് സംഘം വരികയാണ്. നമ്മളെ കൊണ്ടു നടന്ന ഒരു 10 കൊല്ലം ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടി നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാവണു, വല്ലാത്ത വിഷമം, ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്താ അതിന് കാരണം? അമിതമായ സ്നേഹം. ഒന്നിനോട് മമത കൂടിക്കഴിഞ്ഞാൽ അത് ഏതു വസ്തുവുമാവട്ടെ എന്നാണ്. ലോകത്തിൽ ഏതു വസ്തുവിനോട് മമത തോന്നിയാലും അത് ദുഃഖകാരണമാണ്. എന്നാൽ ആ ലോകാതീതനായിരിക്കുന്ന ഭഗവാനുമായി മമത വന്നു കഴിഞ്ഞാൽ അത് ആനന്ദപ്രദമാണ്. ബാക്കിയെല്ലാം ദുഃഖത്തിന് കാരണമാണ്. ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ഇതൊക്കെ നശിക്കുന്നതാണ് എന്ന ബോധത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ദുഃഖം ഒരളവോളം കുറയ്ക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ബലൂൺ വാങ്ങിക്കൊടുത്താൽ കുട്ടികൾ അത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അച്ഛനും അമ്മയും അത് കാണുമ്പോൾ അവർക്ക് അറിയാം ഈ തട്ടലും മുട്ടലും കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ബലൂൺ പൊട്ടിപ്പോകും. കുട്ടിക്ക് അതറിയില്ല. കുട്ടി എന്ത് ചെയ്യും? അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോകം എന്ന് വിചാരിച്ച് ബലൂണിൻ്റെ പിന്നാലെ നടന്ന് പെട്ടെന്ന് ഢേ എന്ന് പറഞ്ഞൊരു പൊട്ടലങ്ങോട്ട് പൊട്ടി കുട്ടി പൊട്ടിക്കരയാനും തുടങ്ങി. കുട്ടിക്ക് അറിയില്ല. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഈ ബലൂൺ പൊട്ടുന്നത് പോലെ ജീവിതത്തിൽ പല പല സംഭവങ്ങൾ നടക്കും. അത് സത്യമാണ്, അത് തീർച്ചയായിട്ടും സംഭവിക്കും എന്ന് ഉറപ്പ് വന്ന ഒരാൾക്ക് പിന്നെ കരച്ചിൽ വരില്ല. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരച്ചിലൊക്കെ വരും ചിലപ്പോൾ ഇല്ലേ? സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് നമുക്ക് കരച്ചിലൊക്കെ വരും. പക്ഷേ ആ സമയം തന്നെ നമ്മുടെ മനസ്സ് പറയുകയാണ് ഇത് സിനിമയാണ് എന്ന് പറഞ്ഞ സമാധാനമായി. അത് സിനിമയായിട്ട് കൂടി നമ്മളെ വല്ലാതെ സ്വാധീനിക്കണു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അമിതമായ സ്നേഹവും ബന്ധവും വെച്ചു പുലർത്തരുത്, അത് ദുഃഖത്തിന് കാരണമാണെന്ന് മാടപ്രാവെന്ന് പഠിച്ചു. കാരണം എന്താ? ഒരു ആൺപ്രാവ് കൂടുകെട്ടി പെൺപ്രാവിനോടുകൂടി അവർ ആ കപോതങ്ങൾ അവർ ഇങ്ങനെ താമസിക്കുന്നു. അവർക്ക് കുറേ ആ പെൺപ്രാവ് ഗർഭിണിയായി മുട്ടകൾ പുറത്തു വന്നു. അവരെന്ത് ചെയ്തു? കുട്ടികളെ വളരുന്നിങ്ങനെ കാത്തിരുന്നു. കുട്ടികളിങ്ങനെ വളർന്നു വന്നു. അങ്ങനെ ആ സമയത്ത് എല്ലാ സമയത്തും ഈ കുട്ടികളെക്കുറിച്ച് ചിന്തയായി ഒരിക്കൽ അവർ ആൺപ്രാവും പെൺപ്രാവും കൂടി തീറ്റ അന്വേഷിക്കാൻ വേണ്ടി ആഹാര സമ്പാദനത്തിനായിട്ട് കുറേ അകലേക്ക് എവിടേക്കോ പോയി. വേടൻ ആ വഴിക്ക് വന്നപ്പോൾ പ്രാവിൻ കുഞ്ഞുങ്ങളെ കണ്ടു. വലിയ എളുപ്പമായി വേഗം അതിനെ മുഴുവൻ വലയിൽ വീഴ്ത്തി. ആഹാരവുമായി വന്ന പെൺപ്രാവ് നോക്കുമ്പോൾ തൻ്റെ കുട്ടികളൊക്കെ വലയിൽ പെട്ടു. കുറേ നോക്കി, നിവൃത്തിയില്ല. ആ പെൺപ്രാവ് വലയിലേക്ക് എടുത്തു ചാടി. സ്നേഹം, കുട്ടികളോടുള്ള സ്നേഹം. ഇവർ മരിച്ചിട്ട് താൻ എന്തിനു ജീവിക്കണം എന്നാണ് പെൺപ്രാവിൻ്റെ ചിന്ത. അത് കഴിയുമ്പോഴാണ് ആൺപ്രാവ് വരുന്നത്. അദ്ദേഹം ഉറക്കെ കരഞ്ഞു എന്നാണ് ആൺപ്രാവ്. ഞാനിതൊക്കെ നോക്കി നിൽക്കുകയാണ്. ആ ആൺപ്രാവിൻ്റെ വേദന എന്തിനായിരുന്നു? എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ വലയിൽ പെട്ടിരിക്കണു. എൻ്റെ ഗൃഹസ്ഥ ജീവിതം ഇങ്ങനെ തകർന്നു തരിപ്പണായില്ലോ. എൻ്റെ ഭാര്യ എനിക്ക് നല്ല ചേർന്നവളായിരുന്നു. ഇപ്പോൾ ഇതാ നോക്കൂ, അവൾ എന്നെ ഒറ്റയ്ക്കാക്കി കുട്ടികളോടുകൂടി യാത്രയാവുകയാണ്. ഭാര്യയും കുട്ടികളും നഷ്ടപ്പെട്ട ഒരു ജീവിതം, പിന്നെ ഈ ഗൃഹത്തിൽ ഞാൻ എന്തിനാ അങ്ങനെ ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞ് ആ കിളിയുടെ വാക്കുകൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ്. അങ്ങനെ ദത്താത്രേയൻ പറയുകയാണ്, ആ കിളി, ആ മാടപ്രാവ്, ആൺപ്രാവ് അതും വലയിലേക്ക് എടുത്ത് ചാടി. ക്രൂരനായിരിക്കുന്ന വേടന് വലിയ സന്തോഷമായി. വലിയ 2 പ്രാവുകളെയും കിട്ടി, കുറേ കുഞ്ഞുങ്ങളെയും കിട്ടി. അപ്പോൾ ഭാര്യയിലും കുട്ടികളിലുമുള്ള ആസക്തി, ഇന്ദ്രിയ ജയമില്ലാതെ ജീവിക്കുന്ന ഗൃഹസ്ഥന് ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരും. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഭഗവാൻ പകർന്നു തന്ന മനുഷ്യ ശരീരം
മാടപ്രാവിനെ പോലെ ഗൃഹസ്ഥ ജീവിതത്തിൽ മുഴുകി അതിനെ നശിപ്പിക്കരുത് എന്ന് പറയുന്നു. ആരൂഢച്യുതൻ എന്നാണ് അവരെ പറയണത് എന്നാണ്. ഉയർന്ന നിലയിലെത്തിയിട്ടും അധപ്പതിക്കുന്നവൻ എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ഈ അറിവ് മാടപ്രാവിൽ നിന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് മാടപ്രാവും എൻ്റെ ഗുരുനാഥനാണ്. പൃഥിവി വായുരാകാശ ആപോഗ്നിശ്ചന്ദ്രമാ രവി കപോതോ അജഗരഹ. അടുത്തത് അജഗരം എന്ന് വെച്ചാൽ പെരുമ്പാമ്പ്. പെരുമ്പാമ്പിൽ നിന്ന് ഞാൻ എന്താ പഠിപ്പിച്ചത്? പെരുമ്പാമ്പിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് പെരുമ്പാമ്പാണ്. പൂർവകർമ്മഫലമായിരിക്കുന്ന ദുഃഖം പ്രയത്നം കൂടാതെ വന്നു ചേരുന്നത് പോലെ തനിക്ക് അർഹതപ്പെട്ട സുഖവും സ്വാഭാവികമായിട്ട് വരും. അതുകൊണ്ട് ആഹാര സമ്പാദനത്തിന് വേണ്ടി പോലും പരിശ്രമിക്കാറില്ല. ഇത് എങ്ങനെയാ? ആ പെരുമ്പാമ്പ് അങ്ങനെയാണ്. എവിടെയെങ്കിലും കിടക്കും, കിട്ടുന്ന ആഹാരം സ്വീകരിക്കും, അനേക ദിവസങ്ങൾ ഒരേ നിലയിൽ കിടക്കും, ഒരു പ്രവൃത്തി ചെയ്യാതെ യാദൃശ്ചികമായി വന്നു ചേരുന്ന ആഹാരം കൊണ്ട് സന്തോഷിക്കും. പെരുമ്പാമ്പ് പഠിപ്പിക്കണു, പ്രവൃത്തിയല്ല നിവർത്തിയാണ് വേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ചു എന്നാണ്. നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും, നിവർത്തിക്കാൻ നമുക്ക് സാധിക്കണില്ല. പിന്നെ പറഞ്ഞു അടുത്തത് സമുദ്രം. സമുദ്രത്തെ പോലെ അഗാധനും നിർമ്മലനും അക്ഷോഭ്യനുമായിട്ട് ജീവിക്കണം. വർഷക്കാലത്ത് പല നദികളിൽ നിന്നും വന്ന് വെള്ളം സമുദ്രത്തിൽ കുത്തിമറിഞ്ഞ് എത്തും. വേനൽക്കാലത്ത് ചിലപ്പോൾ വെള്ളം വരില്ല. പക്ഷേ സമുദ്രം കരകവിഞ്ഞൊഴുകിപ്പോകുന്നുമില്ല, വറ്റി വരളുന്നുമില്ല. ഇതേപോലെ വിഷയാനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ അധികമായിട്ട് സന്തോഷിക്കരുത്, വരാത്തപ്പോൾ ദുഃഖിക്കുകയും ചെയ്യാതെ ജീവിക്കണം എന്നെന്നെ പഠിപ്പിച്ചത് സമുദ്രമാണ്. പിന്നെ പറഞ്ഞു, പുരുഷനെ ഈ പ്രപഞ്ച ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന മായയാണ് സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ. പരസ്പര ആകർഷണം കൊണ്ട് എന്തുണ്ടാവണു? ശരീരാഭിമാനം വളർന്ന് സംസാരമാകുന്ന കാട്ടുതീയിൽ പോയി നശിക്കേണ്ടി വരും. ശരീരമാണ് താനെന്ന തോന്നലിനെ ദൃഢപ്പെടുത്തുന്നതാണ് സ്ത്രീക്ക് ആ രത്നാഭരണങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ മുതലായവയുള്ള അഭിരുചി. ഇതിൽ ആസക്തരായി കഴിഞ്ഞാൽ ഈയാമ്പാറ്റ തീയിൽപ്പെട്ടതുപോലെ ശരീരാഭിമാനം വളർന്ന് നശിക്കാൻ കാരണമായിട്ട് തീരും. അഗ്നി കാണുമ്പോൾ എന്തോ വിശേഷമായിട്ടുള്ള വസ്തുവാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്തേക്ക് ചെല്ലും, അതിൽ ചിറക് കരിഞ്ഞ് മരിച്ചു വീഴുകയും ചെയ്യും. അങ്ങനെ നശിക്കരുതെന്നാണ് അവിടെ ആ ഈയാമ്പാറ്റ എന്നെ പഠിപ്പിച്ചത്. നേത്രേന്ദ്രിയത്തിൻ്റെ കാഴ്ചയുടെ സുഖമന്വേഷിച്ചു പോയാലുണ്ടാകുന്ന അപകടത്തെ എന്നെ പഠിപ്പിച്ചത് ഈ ഈയാമ്പാറ്റയാണ്. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് ഓരോന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാവൂ എന്ന പാഠം ഞാൻ ഒരു വണ്ടിൽ നിന്ന് പഠിച്ചു. വണ്ട് എന്ത് ചെയ്യണു? പല പുഷ്പങ്ങളിൽ ചെല്ലും, എല്ലാ ദിക്കുന്നും കുറേശ്ശെ തേൻ സ്വീകരിക്കും. വലിയതോ ചെറിയതോ സുഗന്ധമുള്ളതോ ഇല്ലാത്തതോ ആയാലും അതിൽ നിന്ന് കുറച്ച് ആ തേൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതേപോലെ എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും സാരം മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ഞാൻ വണ്ടിൽ നിന്ന് എന്ന് പഠിച്ചു. മധുകൃത് എന്നുള്ളതിന് വണ്ട് എന്നും തേനീച്ച എന്നും രണ്ടും പറയാറുണ്ട്. അതേപോലെ തേനീച്ചകൾ എന്താ ചെയ്യണത്? അത് തേൻ കരുതി വയ്ക്കുന്നത് കൊണ്ടാണ് തേനീച്ച ചാവുന്നത്. കിട്ടുന്ന തേൻ മുഴുവൻ ഇങ്ങനെ എടുത്തു വയ്ക്കും. അങ്ങനെ അവസാനം എന്തുണ്ടാവും? തേനീച്ചയെ പിടിക്കുന്ന ആൾ വന്ന് തേനീച്ചകളെ കൊന്ന് ആ തേൻ എടുത്തുകൊണ്ട് പോകണു. ഇതേപോലെ അമിതമായി കരുതി വെച്ചു കഴിഞ്ഞാൽ അവസാനം അത് അപകടത്തിന് കാരണമാവും. ഒന്നും കരുതി വെക്കരുത്. ഭിക്ഷ പോലും കയ്യിൽ വാങ്ങി വയറ്റിൽ സൂക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ തേനീച്ചയിൽ നിന്ന് പഠിച്ചു. പ്രത്യേകിച്ച് പറഞ്ഞു ധാരവീമപി എന്നാണ്. സ്ത്രീയുടെ ആകൃതിയിലുള്ള മരപ്പാവയെപ്പോലും ഭഗവത് പ്രാപ്തിക്കായിട്ട് ലക്ഷ്യമിടുന്ന ആളുകൾ സ്പർശിക്കരുത്. സ്ത്രീ എന്ന് പറയുന്നത് ഇവിടെ സംഭാഷണം നടക്കുന്നത് പുരുഷന്മാർ തമ്മിലായതുകൊണ്ടാണ്. ഇതേപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ. അപ്പോൾ കാലുകൊണ്ട് പോലും തുടരുത് എന്നാണ്. സ്ത്രീയിലുള്ള നേരിയൊരാശ പോലും അധപ്പതനത്തിന് കാരണമായിട്ട് തീരുമെന്ന് ഒരു കൊമ്പനാന എന്നെ പഠിപ്പിച്ചു. കൊമ്പനാനയെ എന്തു ചെയ്യണു? കൊമ്പനാനയെ വയക്കിയെടുക്കാൻ വേണ്ടി ആളുകളെ വാരിക്കുഴി തീർത്ത് അതിനപ്പുറത്ത് ഒരു പിടിയാനയെ കൊണ്ടു നിർത്തണു. പിടിയാനയുമായുള്ള സ്പർശസുഖം മോഹിച്ച് കൊമ്പനാന അവിടേക്ക് ഓടിയെത്തണു, ആ വാരിക്കുഴിയിൽ പെടണു. പിന്നീട് ജീവിതകാലം മുഴുവൻ ആ ആന അടിമത്തത്തിന്
കാരണമായിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു. ഇതേപോലെ അപ്പോൾ സ്പർശസുഖം മോഹിച്ചു പോയി കഴിഞ്ഞാൽ ആനയെപ്പോലെ ദുഃഖിക്കേണ്ടി വരും. താൻ അനുഭവിക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാതെ കരുതി വയ്ക്കുന്ന ധനം മറ്റൊരാളായിരിക്കും അനുഭവിക്കുക എന്നുള്ളത് തേനെടുക്കുന്ന ആളെന്ന് പഠിച്ചു. പാട്ടിലുള്ള ആസക്തി മാനിനെ വേടൻ്റെ വലയിൽ കൊടുക്കണു എന്ന് പറയുന്നു. അപ്പോൾ ശ്രോത്രേന്ദ്രിയത്തിൻ്റെ സുഖം അന്വേഷിച്ചു പോയാൽ ഇത്തരത്തിൽ അപകടം. അതെന്നെ പഠിപ്പിച്ചത് ഈ മാനാണ്. മാനിനെ വശീകരിച്ച് വലയിൽ വീഴ്ത്തും വേടന്മാർ പാട്ടൊക്കെ പാടിയിട്ട്. പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് അതിൻ്റെ പിന്നാലെ പോവും. അപ്പോഴേക്കും അമ്പെയ്ത് പിടിക്കും. ഏകാന്തങ്ങളിൽ സഞ്ചരിക്കേണ്ട മുമുക്ഷു ഒരിക്കലും വൈഷയികമായിരിക്കുന്ന പാട്ടുകളോ ഒന്നും കേൾക്കാൻ പാടില്ല. മാനിൽ നിന്ന് ഞാൻ പഠിച്ചു. സ്ത്രീകളുടെ പാട്ടിലും നൃത്തത്തിലും രസം തോന്നിയ ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ പിന്നെ കുറേ കാലം ആ പെൺകുട്ടിയുടെ വൈശാലിയുടെ കളിക്കുഴങ്ങനെ പോലെ ജീവിക്കേണ്ടി വന്നില്ലേ? അത് പറഞ്ഞു അവിടെ. അടുത്തതായിട്ട് പറഞ്ഞു, ആ നാവിൻ്റെ സുഖം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരിയാണ് നാവ് എന്നാണ്. നാവിനെ അതുകൊണ്ടാണ് ഈശ്വരൻ വളരെ ശ്രദ്ധിച്ച് പ്രത്യേകമായിട്ട് സൂക്ഷ്മതയോടുകൂടി ഒരു സ്ഥലത്ത് ഇരുത്തിയേക്കുന്നത്. 32 കാവക്കാരെ വെച്ചിട്ടുണ്ട്. അടയ്ക്കാവുന്നൊരു ഗോപുരമുണ്ട്. എങ്കിലും ആ നാവ് അതിനിടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും. നാവിനെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രുചിയുടെ പിന്നാലെ പോയാൽ ഉണ്ടാകുന്ന അപകടത്തെ കാണിച്ചു മത്സ്യം. സ്വാദുള്ള വസ്തുക്കളിൽ ആഗ്രഹം തോന്നരുത് എന്ന് മത്സ്യമാകുന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചു. കാരണം എന്താ, ചൂണ്ടലിൽ കോർത്ത ഇരയെ വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ് മത്സ്യം ചെല്ലണത്. എന്നിട്ട് എന്തുണ്ടാവണു? ആ ചൂണ്ടയിൽ കുടുങ്ങുന്നു. മറ്റ് ഏതിന്ദ്രിയങ്ങളെ ജയിച്ചാലും നാവാകുന്ന ഇന്ദ്രിയത്തെ ജയിക്കാതെ ജിതേന്ദ്രിയനാവാൻ സാധിക്കില്ല. നാവിനെ ജയിച്ചാലോ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും വളരെ പെട്ടെന്ന് ജയിക്കാനായിട്ട് സാധിക്കും. അടുത്തത് പിങ്കള നാമ വേശ്യാസ്ത്രീ. പിങ്കള എന്നു പേരുള്ള വേശ്യാസ്ത്രീ, അവരും എൻ്റെ ഗുരുനാഥയാണ് എന്നാണ്. കാരണം എന്താ, മിഥിലയിൽ സാക്ഷാൽ സീതാദേവിയുടെ ആ ജന്മം കൊണ്ട് പവിത്രമായ മിഥിലയിൽ രാജപാതയുടെ സമീപത്തുള്ള സ്വന്തം മണിമാളികയിൽ താമസിക്കുകയാണ് ഈ പിങ്കള. ഓരോ ദിവസവും വഴിപോക്കരായിട്ടുള്ള ധനിക കുമാരന്മാരെ അവൾ വലവീശി പിടിക്കും. അവരിൽ നിന്ന് ധാരാളം സമ്പത്ത് തട്ടിയെടുക്കും. അപ്പോൾ തൻ്റെ അഴകിൽ മയങ്ങി തന്നെ സമീപിച്ച് ധാരാളം ധനം തരുന്ന ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നു. അന്നത്തെ ദിവസം പലരും വന്നു. പക്ഷേ കൂടുതൽ ധനം വേണമെന്ന് പറഞ്ഞ് അവരെയൊക്കെ പിങ്കള പറഞ്ഞു വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയായി. പിങ്കള ഇങ്ങനെ ആലോചിച്ചു, സത്യത്തിൽ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു ചിത്രം പിങ്കള പെട്ടെന്ന് കണ്ടു എന്നാണ്. അതുകൊണ്ടാണത്രേ അവർക്ക് വൈരാഗ്യമുണ്ടായത്. ശാരീരിക സുഖങ്ങളിൽ ആഗ്രഹമില്ലാതായി തീരലാണ് വൈരാഗ്യം എന്ന് പറഞ്ഞത്. സംസ്കൃത ഭാഷയിൽ, നമ്മൾ മലയാള ഭാഷയിൽ വൈരാഗ്യം എന്നുള്ളത് വൈരം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഏതായാലും ആ സുഖപ്രാപ്തിക്ക് കാരണമായ നിത്യാനന്ദത്തിന് കാരണമായ തത്വചിന്ത അവളിൽ ഉണർന്നു വന്നു എന്നാണ്. വിരക്തയായ തീർന്ന പിങ്കളയുടെ ഗീതം ഞാൻ അങ്ങയെ കേൾപ്പിക്കാം എന്ന് പറയുകയാണ് അവിടെ ദത്താത്രേയൻ. പിങ്കള പറയുകയാണ്, കഷ്ടം, ആലോചിച്ചു നോക്കൂ, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്ത ഞാൻ നിസ്സാരന്മാരായിരിക്കുന്ന പുരുഷന്മാരിൽ നിന്ന് സുഖം കിട്ടുമെന്ന് വിചാരിച്ചു. എൻ്റെ മൂഢത, അജ്ഞാനം, അല്ലാതെ ഒരിക്കലും വിട്ടുപിരിയാത്ത ഹൃദയത്തിലിരിക്കുന്ന സ്വന്തം സമീപേ രമണം രതിപ്രദം, എൻ്റെ ഹൃദയ പീഠികയിലിരിക്കുന്ന ഭഗവാനെ ഞാൻ മറന്നുപോയി. എന്നെ ആനന്ദിപ്പിക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന അച്യുതനായ ആത്മസ്വരൂപനായ ഭഗവാനെ അവഗണിച്ചുകൊണ്ടാണ് ദുഃഖം, ഭയം, ശോകം, മോഹം ഇതൊക്കെ തരുന്ന നിസ്സാരന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ പിന്നാലെ ഞാൻ പോയത്. ഇത്രയും കാലത്തെ വേശ്യാവൃത്തി കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ദുഷിപ്പിച്ചു കളഞ്ഞു. പുരുഷന്മാർക്ക് ശരീരത്തെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് സുഖമനുഭവിക്കാമെന്ന് വ്യാമോഹിച്ച ഞാൻ എത്ര മൂഢയാണ് ആലോചിച്ച് നോക്കുമ്പോൾ. എൻ്റെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെയാണ് അവർ ഏറ്റവും കേമായിട്ട് ധനം തന്ന് സ്വീകരിച്ചിരുന്നത്. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എല്ലുകളാകുന്ന തൂണിന്മേൽ തൊലി, രോമങ്ങൾ, നഖങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ഒലിച്ചുകൊണ്ടിരിക്കുന്ന മലിനപദാർത്ഥങ്ങളോടുകൂടിയ നവദ്വാരങ്ങൾ, മലമൂത്രങ്ങൾ നിറഞ്ഞ ശരീരം. ഇതിനെ ആരാ അഭിമാനിക്കുക? ഞാൻ ഇപ്പതാ ഗംഭീരായിട്ട് സുഗന്ധമൊക്കെ പൂശി ഇങ്ങനെ ഇരിക്കുകയാണ്. എത്ര കാലം പൂശി ഇരിക്കാൻ പറ്റും?
കുറച്ച് കഴിയുമ്പോഴേക്കും ആകപ്പാടെ ആ ദുർഗന്ധം വന്നു തുടങ്ങും ഇല്ലേ? അപ്പം ഏറ്റവും മോശമായിട്ടുള്ള വസ്തുക്കളാണ് എൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള ആ വസ്തുക്കളെ തൊലി കൊണ്ട് പൊതിഞ്ഞ് ഇതാണ് ശ്രേഷ്ഠം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവൻ മുക്തന്മാരുടെ നാടാണ് ഈ മിഥിലാപുരി. ഇവിടെ ഭഗവാനെ ഉപേക്ഷിച്ച് പരമപുരുഷനെ ഉപേക്ഷിച്ച് പരപുരുഷന്മാരെ ഇച്ഛിക്കുന്ന ഞാൻ ഒരുവൾ മാത്രമാവും ഏറ്റവും ഭാഗ്യം കെട്ടവൾ. അപ്പോൾ ആത്മസ്വരൂപനായ ഭഗവാൻ, എല്ലാവർക്കും പ്രിയപ്പെട്ട നാഥനായ ഭഗവാൻ, അദ്ദേഹമാണ് ഇനി എൻ്റെ ഈശ്വരൻ, എൻ്റെ രക്ഷകൻ. ഭഗവാന് എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഇനിയുള്ള കാലം ഈശ്വരനാകുന്ന ജീവനാഥനോടുകൂടി ഞാൻ ആനന്ദിക്കുകയാണ്. മുജ്ജന്മത്തിലെ ഏതോ സൽക്കർമ്മം കൊണ്ട് ഭഗവാൻ എന്നോട് സന്തോഷിച്ചിരിക്കുന്നു. അതാണ് എനിക്കിപ്പോൾ വൈരാഗ്യം വന്നത്. അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന വൈരാഗ്യത്തെ ശിരസ സ്വീകരിച്ചും കൊണ്ട് ആ പെൺകുട്ടി അവിടെ വെച്ച് പാടിയത്, മഹാരാജാവേ, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ആശയില്ലാത്ത അവസ്ഥ, അതാണ് ലോകത്തിൽ ഏറ്റവും സുഖത്തെ നൽകുന്നത്. ആ പിങ്കളയുടെ ഗീതം, അതിനെ ഞാൻ എൻ്റെ ജീവഗീതമാക്കി മാറ്റി. ആശകളിൽ നിന്ന് ഞാൻ വിട്ടുപോരാൻ തുടങ്ങി. അങ്ങനെ പിങ്കളയും എൻ്റെ ഗുരുനാഥയാണ് എന്ന് പറയുന്നു. പിന്നീടോ ഇനി ബാക്കിയുള്ള 7 ഗുരുനാഥന്മാരെയാണ് പറഞ്ഞത്. ഒരു ഞാറക്കിളി അല്ലെങ്കിൽ ഒരു കുരരപ്പക്ഷി, അതൊരു മാംസക്കഷ്ണം കൊത്തിയെടുത്ത് ആകാശത്തിലേക്ക് ഉയർന്നു. ഞാനതിങ്ങനെ നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറ്റ് പക്ഷികൾ ആ കുരരപ്പക്ഷിയുടെ പിന്നാലെ അതിനെ ആക്രമിക്കാൻ ചെന്നു. പക്ഷികൾ ചുറ്റും പറന്ന് കൊത്തി വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. ശല്യം സഹിക്കവയ്യാതായപ്പോൾ എങ്ങനെയോ ആ കിളി ചുണ്ടിൽ നിന്ന് മാംസക്കഷ്ണത്തിൻ്റെ പിടിവിട്ടുപോയി. അതോടുകൂടി എന്തായി? മറ്റു പക്ഷികളൊക്കെ പറന്നു പോവുകയും ചെയ്തു. ഇതേപോലെ പ്രപഞ്ചവസ്തുക്കളെ സ്വീകരിച്ചാൽ ദുഃഖവും ഉപേക്ഷിച്ചാൽ സുഖവും ലഭിക്കും എന്നെന്നെ പഠിപ്പിച്ചത് ആ ഞാറക്കിളിയാണ് എന്ന് പറയും. അങ്ങനെ ആ ഞാറക്കിളി എൻ്റെ ഗുരുനാഥയാണ്. പിന്നെ ഒരു ചെറിയ കുട്ടി, അർഭക, ഒരു ബാലൻ, മാനാപമാനങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. 2 പേരാണ് ചിന്തയില്ലാത്തവരും പരമാനന്ദത്തിൽ മുഴുകിയവരും, ഒന്നും അറിയാത്ത പിഞ്ചുകുഞ്ഞും ഗുണാതീതനായിട്ടുള്ള ജ്ഞാനിയും. ഒരാൾക്ക് എല്ലാം അറിയാം, മറ്റൊരാൾക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് മാനാപമാനങ്ങളോ ചിന്തയോ ഇല്ലാതിരുന്നാൽ സുഖമായിട്ടിരിക്കാമെന്ന് തന്നെ ആ കുട്ടി പഠിപ്പിച്ചു. പിന്നെ മറ്റൊരു പെൺകുട്ടി, വിവാഹപ്രായമെത്തിയ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ഗൃഹത്തിലേക്ക് വിവാഹാന്വേഷണമായിട്ട് ചിലർ വന്നു. അച്ഛനന്മാർ വീട്ടിലില്ല. അവരെ, ആ വന്ന ആളുകളെ കന്യകയ്ക്ക് തന്നെ സ്വയം സൽക്കരിക്കേണ്ടി വന്നു. അവർക്ക് ആഹാരമുണ്ടാക്കാൻ വേണ്ടി ആ പെൺകുട്ടി പുറകിൽ പോയി നെല്ല് കുത്താനായിട്ട് ആരംഭിച്ചു. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ദത്താത്രേയൻ യദു മഹാരാജാവിനോട് പറയുകയാണ്. ഭഗവാൻ ഉദ്ധവനോടും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാനങ്ങനെ നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള വളകൾ, ഈ നെല്ല് കുത്താൻ പുറപ്പെട്ടപ്പോൾ നെല്ല് കുത്തുമ്പോൾ ഓരോ കൈയും മുകളിലേക്കും താഴേക്കും വരുമ്പോൾ വളകൾ കിലുങ്ങാൻ തുടങ്ങി, ശബ്ദമുണ്ടാകാൻ തുടങ്ങി. ആ പെൺകുട്ടി എന്ത് ചെയ്തു? വളകൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു വെച്ച് 2 വളകൾ മാത്രമായി. അപ്പോഴും ശബ്ദമുണ്ട്. ഓരോ വളകൾ മാത്രമായപ്പോൾ വളകിലുക്കം നിന്നു. ആ പെൺകുട്ടിയുടെ പ്രവൃത്തി വലിയൊരു ഉപദേശമായി ഞാൻ സ്വീകരിച്ചു. കാരണം എന്താ? അധികം ആളുകൾ ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞാൽ അത് കലഹത്തിന് കാരണമാവും. 2 പേരുണ്ടായാൽ വർത്തമാനം പറയും ഇല്ലേ? 2 പേരാണെങ്കിൽ പോലും പ്രശ്നമാണ്. ഭഗവാനെ ഭജിക്കാനൊക്കെ പോകുമ്പോൾ, അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താ, കൂട്ടുകാരുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്തന്മാരെ ഒപ്പം പോകാമെന്ന് വിചാരിച്ചാൽ, യഥാർത്ഥ ഭക്തന്മാരെ ഒപ്പം പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം എന്താ, അവർക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ സാധാരണ രീതിയിൽ എന്താ, മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റം പറയലും അവനവൻ്റെ കേമത്തം പറയലും ആവും കൂടുതൽ. അപ്പോൾ കന്യകയുടെ വള പോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം എന്ന് ഞാൻ ആ പെൺകുട്ടിയിൽ നിന്ന് പഠിച്ചു. പിന്നെ ശരം പണിക്കാരൻ അല്ലെങ്കിൽ ആയുധമുണ്ടാക്കുന്ന ഒരാൾ, അയാളിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താ? മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ഞാൻ പഠിച്ചത്. മുന്നിലൂടെ കടന്നുപോയ മഹാരാജാവിൻ്റെ ഘോഷയാത്ര പോലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കാരണം എന്താ? താൻ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള നിഷ്കർഷയായിട്ടുള്ള ശ്രദ്ധ. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിൽ ഉറപ്പിക്കാൻ ശീലിച്ചാൽ സാവധാനത്തിൽ ആ ഗുണം സത്വഗുണപ്രധാനമായിട്ട് തീരും. കർമ്മവാസനകൾ കുറഞ്ഞു വരും. പ്രപഞ്ചവസ്തുക്കളെയോ
അറിയാതെ, പുറമേ നിന്നുള്ള പ്രപഞ്ചവസ്തുക്കളെയോ അകത്തുള്ള സങ്കല്പങ്ങളെയോ അറിയാതെ സമാധിയിൽ ലയിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഏകാഗ്രത വളരെ വിശേഷമാണ് എന്ന് ഞാൻ പഠിച്ചു. പിന്നെ സർപ്പത്തിൽ നിന്ന് ഞാൻ പഠിച്ചു എന്താ, ദുഃഖകാരണങ്ങൾ. നമ്മൾ ശരീരത്തിന് താമസിക്കാൻ ഗൃഹമുണ്ടാക്കാനുള്ള പ്രയത്നം, നശിക്കുന്ന ശരീരത്തിന് താമസിക്കാൻ ഗൃഹമുണ്ടാക്കാനുള്ള പ്രയത്നം ദുഃഖകാരണമാണ്. എവിടെയെങ്കിലും താമസിച്ച് ജീവിതം നയിക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് നമുക്ക് സാധിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു പെരയുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്, അല്ലേ? ഞാനും അടങ്ങുന്ന സകല ആളുകളുടെയും ചിന്ത അതാണ്. ഇത്ര കാലമായിട്ടൊരു വീട് വെച്ചില്ലേ സ്വന്തമായിട്ട്? എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഉള്ള പണം, അതിൻ്റെ കൂടാതെ വേറെ പലരിൽ നിന്നും കടം വാങ്ങി ബുദ്ധിമുട്ടി സുഖമന്വേഷിച്ച് വലിയൊരു വീട് പണിതു. വീട്ടിലിരിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. കാരണം എന്താ? വീടിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പ്രശ്നമുണ്ട്. പണം മേടിച്ച ആളുകൾ തിരിച്ചു വരുന്ന ചോദിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. സർപ്പത്തിൽ നിന്ന് ഞാൻ വലിയൊരു കാര്യം പഠിച്ചു ഇതുമായി ബന്ധപ്പെട്ട്. കാരണം എന്താ? സർപ്പം എപ്പോഴും കരുതലോടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണു. തനിക്ക് താമസിക്കാൻ പ്രത്യേകമായിട്ടുള്ള വാസസ്ഥാനങ്ങൾ ഉണ്ടാക്കണില്ല. ഏതെങ്കിലും മാളത്തിൽ കയറി കിടക്കണു. ഇതൊക്കെ സ്വജീവിതത്തിൽ എനിക്ക് ഉപദേശിച്ചു തന്ന ഗുരുവാണ് സർപ്പം. അടുത്തത് എട്ടുകാലി. വല കെട്ടാനായിട്ട് തന്നിൽ നിന്ന് തന്നെ നൂലിനെ പുറത്തേക്ക് കൊണ്ടുവരണു. ആ നൂല് കൊണ്ട് വല കെട്ടണു. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വല തൻ്റെ ഉള്ളിലേക്ക് തന്നെ വലിക്കണു. ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടാക്കി തന്നത് ഈ എട്ടുകാലിയാണ്. ഭഗവാൻ എങ്ങനെയാണ് പ്രളയത്തിൽ ജഗത്തിനെയും മായയെയും തന്നിൽ ലയിപ്പിച്ച് ഏകനും അദ്വിതീയനുമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എട്ടുകാലി നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തത് വേട്ടാളൻ. കൂട്ടിൽ കൊണ്ടുവച്ച അടയ്ക്കുന്ന പുഴു തന്നെ മണ്ണുകൊണ്ടുള്ള കൂടിന് അകത്താക്കി മണ്ണുകൊണ്ട് അടച്ച് പുറത്തേക്ക് വേട്ടാളൻ പറന്നു പോകുമ്പോൾ ഈ പുഴു വേട്ടാളനെ തന്നെ വിചാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിരന്തരമായ ചിന്ത കൊണ്ട് ആ പുഴു വേട്ടാളനായി മാറും. ജീവന് പരമാത്മതത്വമായി മാറാനും ഈ നിരന്തര ചിന്ത ആവശ്യമാണ് എന്ന് ഞാൻ വേട്ടാളിൽ നിന്ന് പഠിച്ചു. ഇത് തന്നെയുമല്ല, ഈ 24 ഗുരുക്കന്മാരെ കൂടാതെ ഈ ശരീരവും എൻ്റെ ഗുരുനാഥനാണ്. കാരണം എന്താ? അനുനിമിഷം ക്ഷയിക്കുന്ന സകല രോഗങ്ങളുടെയും ഉറവിടമായ ശരീരം, ഇതിനെ മനസ്സിലാക്കി ശരീരാഭിമാനത്തെ അകറ്റണം എന്ന് ശരീരം എന്നെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാവ് സ്വാദുള്ള പദാർത്ഥങ്ങളിലേക്കും, ത്വക്ക് സ്പർശത്തിലേക്കും, കാത് ശബ്ദത്തിലേക്കും, മൂക്ക് സുഗന്ധത്തിലേക്കും, കണ്ണ് രൂപങ്ങളിലേക്കും, കർമ്മശക്തി നമ്മുടെ ഇച്ഛയ്ക്ക് വിപരീതമായി മറ്റ് ചില വിഷയങ്ങളിലേക്കും ശരീരത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഏതുപോലെ ബഹ്യസപത്നീവ ഗേഹപതിം ലുനന്തി എന്ന് പറഞ്ഞതുപോലെ കുറേ പത്നിമാരുള്ള ഗൃഹസ്ഥനെ ഓരോ ഭാര്യയും ഓരോ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് പോലെ ഓരോ ഇന്ദ്രിയങ്ങളും ജീവനെ അവർക്കിഷ്ടപ്പെട്ട വിഷയങ്ങളുമായി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ മായാശക്തി കൊണ്ട് വൃക്ഷങ്ങൾ, ഇഴജന്തുക്കൾ, നാൽക്കാലി മൃഗങ്ങൾ, പക്ഷികൾ, ഈച്ചകൾ എന്നിങ്ങനെ പല ശരീരത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ടൊന്നും തൃപ്തി വരാതെയാണ് മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചത്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറ്റിയ ബുദ്ധിശക്തിയോട് കൂടിയതാണ് മനുഷ്യ ശരീരം. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, സർവശ്രേഷ്ഠമാണ്. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ്, എത്രയോ കോടിക്കണക്കിന് ജന്മം കഴിഞ്ഞിട്ടാണ് മനുഷ്യ ശരീരം കിട്ടുന്നത് എന്നാണ്. ആ മനുഷ്യ ശരീരത്തെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് വേണ്ടത്. വിഷയങ്ങൾ മൃഗപക്ഷികളുടെ ശരീരം കൊണ്ടും അനുഭവിക്കാം. ഇതാണ് ഞാൻ ഈ ദേഹത്തിൽ നിന്നും പഠിച്ച അറിവ്, അല്ലെങ്കിൽ ഞാൻ ദേഹത്തെ ഗുരുനാഥനാക്കാൻ കാരണം അതാണ് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തെയും വൈരാഗ്യത്തെയും മനസ്സിലാക്കിയ ഞാൻ നിസ്സംഗനായി അഹങ്കാരമില്ലാത്തവനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മം അദ്വിതീയമാണ് എന്നും അവിടെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ പറയുകയാണ്, ഉദ്ധവ, യദുവിൻ്റെ ചോദ്യങ്ങൾക്ക് അവധൂതനായിട്ടുള്ള ദത്താത്രേയൻ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞു. യദു മഹാരാജാവ് അവിടെ ദത്താത്രേയൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പറഞ്ഞു, ഈ ഉപദേശം ഉണ്ടല്ലോ, 24 ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഉപദേശം, ഇത് ആരാണോ ഉൾക്കൊള്ളുന്നത് അവർക്ക് ആത്മാനുഭൂതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, അങ്ങയ്ക്കും സാധിക്കും എന്ന് പറഞ്ഞ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നു. ഇത്തരത്തിൽ ദത്താത്രേയ ഗീതയിലൂടെ ഭഗവാൻ ഉദ്ധവനുള്ള ഉപദേശം ആരംഭിച്ചിട്ട്
ശരീരാഭിമാനമാകുന്ന അജ്ഞത ഇല്ലാതെയാവാൻ വീണ്ടും ഉപദേശം തുടരുന്നു. ഈശ്വരപ്രാപ്തി ആഗ്രഹിക്കുന്ന സാധകൻ എന്തു വേണം? ആദ്യം തൻ്റെ വർണ്ണാശ്രമധർമ്മങ്ങളെ ഫലകാംക്ഷയില്ലാതെ നിഷ്കാമമായി അത് ഈശ്വരബുദ്ധിയോടുകൂടി ആചരിക്കണം. ആദ്യമായി വേണ്ടത് അതാണ്, കർമ്മയോഗം. ഇതിനാണ് കർമ്മയോഗം എന്ന് പറയുക. ധർമാചരണം കൊണ്ട് ക്രമേണ മനസ്സ് ശുദ്ധമായിട്ട് തീരും. ചിന്തയോ ലയമോ ഇല്ലാത്ത ശാന്തഭാവമാണ് മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ. ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് വിചാരം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. സത്വരജസ് തമോ ഗുണങ്ങളുടെ രൂപഭേദങ്ങളായ പ്രപഞ്ച വസ്തുക്കളിലുള്ള ആ സത്യത്വബുദ്ധി കൊണ്ട് സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കും തോറും ദുഃഖമാണ് ഉണ്ടാവുക. സുഖായ കർമാണി കരോതി ലോകഃ. ലോകം മുഴുവൻ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. സ്വപ്നം കാണുമ്പോഴും മനോരാജ്യം വിചാരിക്കുമ്പോഴും പരമാർത്ഥത്തിൽ ഇല്ലാത്ത പല വസ്തുക്കളും നമുക്കുള്ളതായിട്ട് തോന്നില്ലേ? ഇല്ലാത്ത വസ്തുക്കളെ ഉള്ളവയായി തോന്നിപ്പിക്കാൻ മനസ്സിന് കഴിയുമെന്ന് സ്വപ്നാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സ് വികസിക്കുന്ന സ്വപ്നത്തിലും ജാഗ്രതത്തിലും മാത്രമേ ദുഃഖമുള്ളൂ. മനസ്സടങ്ങുന്ന ഉറക്കത്തിൽ ദുഃഖമേ ഇല്ല. നാനാത്വബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദുഃഖനിവൃത്തിയെയും സുഖപ്രാപ്തിയെയും വീക്ഷിക്കുന്ന ആള് മനസ്സിനെ അടക്കാൻ ഉപകരിക്കുന്ന നിവൃത്തിധർമ്മങ്ങളെ അനുഷ്ഠിക്കണം എന്നാണ്. മനസ്സിനെ വികസിപ്പിക്കുന്ന കാമ്യകർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ അപകടമാവും, അത് ഉപേക്ഷിക്കണം. ആത്മതത്വത്തെ അറിയണമെന്ന ആഗ്രഹം ദൃഢമായി തീർന്നാൽ പിന്നെ ഇന്നന്ന കർമ്മങ്ങളെ ആചരിക്കണം എന്ന വിധിവാക്യത്തെ മാനിക്കേണ്ടതില്ല. അഹിംസ, സത്യം, അസ്തേയം. അസ്തേയം എന്ന് പറഞ്ഞാൽ ഒന്നും സ്തേയം ചെയ്യാതിരിക്കുക, ഒന്നും മോഷ്ടിക്കാതിരിക്കുക. പിന്നെ ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഒന്നും വാങ്ങാതിരിക്കുക. ഇതൊക്കെ യമങ്ങളാണ് എന്നാണ് പറയുക. ആദ്യം യമങ്ങൾ, അത് എപ്പോഴും വേണ്ടതാണ്, എല്ലാവർക്കും വേണ്ടതാണ് ഇതൊക്കെ. പിന്നെ ശൗചം, അത് ശരീരശുദ്ധിയായും മനഃശുദ്ധിയായും ശരീരവും മനസ്സും ശുദ്ധമാക്കി വയ്ക്കുക. സന്തോഷം, തപസ്, സ്വാധ്യായം. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ വേദപാരായണം. ഈശ്വര പ്രണിധാനം എന്ന് വെച്ചാൽ ഈശ്വരന് സമർപ്പിക്കുക. എന്നിവയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അവ ഈശ്വരഭജനത്തിന് തടസ്സം വരാത്ത വിധത്തിൽ അനുകൂല പരിതസ്ഥിതിയിൽ മാത്രം ആചരിച്ചാൽ മതി. യമങ്ങൾ അങ്ങനെയല്ല, എപ്പോഴും വേണം. അപ്പം യമനിയമങ്ങളെ കൊണ്ട് മനസ്സ് ശുദ്ധവും ഏകാഗ്രവും ആക്കി കഴിഞ്ഞാൽ ശബ്ദാദി വിഷയങ്ങളിൽ നമുക്ക് വിരക്തി വരും. പിന്നീട് ഗുരുവിനെ ആശ്രയിക്കണം എന്നാണ്. ഗുരു എന്ന് പറഞ്ഞാലോ അഭിമാനം, മത്സരം, അഹന്ത, മമത, ബദ്ധപ്പാട്, അസൂയ ഇതൊന്നുമില്ലാത്ത സ്നേഹമുള്ള, അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, ലോകത്തിലെ ഒന്നിനോടും പ്രത്യേക താല്പര്യമില്ലാത്ത, പ്രാരബ്ധത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, തൻ്റെ സുഖദുഃഖങ്ങളെ വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ. അങ്ങനെ ആളുകളെയാണ് ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുരു പാകത വന്ന ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന ജ്ഞാനം. അങ്ങനെയാണ്. ഗുരുവിനോട് ഇന്നത് വേണമെന്ന് പറയാൻ പാടില്ല. എന്താണോ ഗുരു തരുന്നത് അതിനെ സ്വീകരിക്കുക. പാത്രമറിഞ്ഞ് വിളമ്പാൻ കഴിയുന്ന ആളായിരിക്കണം ഗുരു. അപ്പം അതുകൊണ്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ജ്ഞാനവും അജ്ഞാനവും മനസ്സിലെ രണ്ട് ഭാവങ്ങളാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കുക, അത് കഴിഞ്ഞ് ജ്ഞാനത്തെയും ഉപേക്ഷിച്ചാൽ മാത്രമേ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കാനും മനസ്സിനും അതീതമായ ആത്മസ്വരൂപമായി തീരാനും കഴിയുള്ളൂ. പക്ഷേ കർമ്മഠന്മാരായിട്ടുള്ള ആളുകൾ, കർമ്മത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആളുകൾ, വേദത്തിൻ്റെ പരമതാൽപര്യം കർമ്മമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ അംഗീകരിക്കുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ കർമ്മം ചെയ്യുക, ഫലം അനുഭവിക്കുക. അങ്ങനെയല്ല. ജീവന്മാർ ഓരോ ശരീരത്തിലും വേറെ വേറെയാണ്. പുണ്യകർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്ന സ്വർഗലോകങ്ങൾ, കർമ്മഫലം അനുഭവിക്കാൻ അവസരമായിരിക്കുന്ന കാലം, കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദവാക്യങ്ങൾ, കർമ്മഫലം അനുഭവിക്കുന്ന ജീവൻ, ഇതൊക്കെ നിത്യമാണ് എന്നാണ് അവരുടെ വിചാരം. ഏകവും അദ്വിതീയവുമായിട്ടുള്ള ജ്ഞാനം എന്നൊന്നില്ല എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് വൈരാഗ്യത്തിൻ്റെ ആവശ്യമില്ലെന്നും വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും അവയുടെ ഫലമായ സ്വർഗാദി സുഖങ്ങൾ അനുഭവിക്കുകയാണ് ജീവൻ്റെ പുരുഷാർത്ഥം എന്നൊക്കെ ഇത്തരക്കാർ വാദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വാദഗതിയെ അംഗീകരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുകയാണ്, ജീവന്മാർക്ക് ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. ജനന മരണങ്ങൾ മാറി മാറി അനുഭവിച്ച് കഴിയുന്ന അസ്വതന്ത്രനായിട്ടുള്ള ജീവന് എങ്ങനെയാ സുഖം കിട്ടുക? ഇനി വാദത്തിന് വേണ്ടി കർമ്മങ്ങളെ കൊണ്ട് ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും നേടാൻ കഴിയുമെന്ന് സമ്മതിച്ചാൽ തന്നെ
കർമ്മങ്ങൾ ചെയ്ത് പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനമില്ല. കർമ്മം കൊണ്ട് ഒരിക്കലും മരണഭയത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ സ്ത്രീ ചന്ദനം പൂമാല അവിടെ ചോദിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ സാധാരണ രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ധനം, രത്നാഭരണങ്ങൾ, എന്താ അയാളെ സന്തോഷിപ്പിക്കുക? ഒന്നും സന്തോഷിപ്പിക്കില്ല. അയാൾക്ക് മനസ്സിലായി താൻ ഇല്ലാതെയാവും പോവുക. അപ്പോൾ മരണഭയമുള്ള കാലം വരെ പ്രപഞ്ചപദാർത്ഥങ്ങളൊന്നും സാധാരണ രീതിയിൽ മനുഷ്യനെ ആകർഷിക്കില്ല. ശരീരാഭിമാനം നിലനിൽക്കുന്ന കാലത്തോളം മരണഭയം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് സ്പർദ്ധ, അസൂയ, നാശം ഇതൊക്കെ കൂടിയിട്ടുള്ള സ്വർഗാദി ലോകങ്ങളും തുച്ഛങ്ങളാണെന്നും ദോഷത്തോടു കൂടിയതാണെന്നും വൈദിക കർമ്മങ്ങൾ വേണ്ട പോലെ ആയിത്തീർന്ന് സ്വർഗപ്രാപ്തി സാധിക്കുവാൻ പല പല ബുദ്ധിമുട്ടുകളുണ്ടെന്നും മനസ്സിലാക്കി എന്തു വേണം? ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. മരണശേഷം ജീവൻ സ്വർഗത്തിലെത്തി പുണ്യകർമ്മങ്ങളുടെ ഫലമായി ദിവ്യഭോഗങ്ങളെ അനുഭവിക്കണമെന്ന് പറയുന്നുണ്ട്. പുണ്യം തീർന്നു കഴിഞ്ഞാലോ താഴോട്ട് വീഴേണ്ടി വരും. അപ്പം അതുകൊണ്ട് സ്വർഗാദി ലോകങ്ങളും നാശമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ കർമ്മത്തെയും ഉപേക്ഷിക്കാൻ കഴിയും. ലൗകികവും വൈദികവുമായിട്ടുള്ള രണ്ട് വിധ കർമ്മങ്ങളെ ഉപേക്ഷിച്ചാൽ മാത്രമേ മനസ്സടക്കാൻ സാധിക്കുള്ളൂ. ദുർജന സംസർഗം കൊണ്ട് മനസ്സ് ദുഷിച്ച അധർമ്മങ്ങൾ ചെയ്യും. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശ്രമിക്കാതെ വിഷയാസക്തനും ലോഭിയും സ്ത്രീലമ്പടനുമായിട്ട് ജീവിക്കേണ്ടി വരും. ഭേദവിധിയൊന്നും നോക്കാതെ മൃഗങ്ങളെ കൊന്ന് ഭൂതപ്രേതാദികളെ ആരാധിച്ച് കഴിയുന്ന മനുഷ്യൻ മരണാനന്തരം നരകത്തിൽ വീണ് കഷ്ടപ്പെടേണ്ടി വരും. കർമ്മഫലം അനുഭവിക്കാനായി വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ മരണധർമ്മത്തോടുകൂടിയ ജീവന് എന്ത് സുഖമുള്ളത്? കൽപ്പകാലം വരെ നീണ്ട ആയുസ്സോടുകൂടിയ ലോകപാലന്മാർക്ക് നാശമുണ്ട്. രണ്ട് പരാർത്ഥമാകുന്ന ദീർഘായുസ്സോടുകൂടിയ ബ്രഹ്മാവിനും മരണമുണ്ട്. അതുകൊണ്ട് വൈരാഗ്യം വളർത്തിയാൽ മാത്രമേ സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിന് അഭിമുഖമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. സത്വാദി ഗുണങ്ങളാണ് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ശരീരത്തിലും ഇന്ദ്രിയത്തിലും മനസ്സിലുമുള്ള അഭിമാനം കാരണമായി ജീവൻ കർമ്മഫലങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞു കൊടുത്തു. ശരീരത്തെ താനായും ഭാര്യാപുത്രാദി ഗൃഹധനാദികളെയൊക്കെ തൻ്റേതാണെന്നും അഭിമാനിക്കുന്ന ആളുകൾക്ക് എന്നും ദുഃഖം അനുഭവിക്കേണ്ടി വരും. പുണ്യപാപ ഫലങ്ങളെ അനുഭവിക്കാനുള്ള സ്വർഗം, നരകം എന്നീ ലോകങ്ങൾ ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷി എന്നീ രൂപത്തിൽ പരിണമിക്കാൻ കാരണമായിട്ടുള്ള സ്വഭാവമായും സുഖത്തിന് കാരണമായ ധർമ്മമായും പരമാത്മാവായി ഞാൻ തന്നെ പല വിധത്തിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ താൻ ഈശ്വരനാണ്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളത് അടിവരയിട്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ മിഥ്യയായ പ്രപഞ്ചത്തെ ഉപേക്ഷിച്ച് സത്യമായ ആത്മതത്വത്തെ അറിഞ്ഞ് പ്രാപിച്ച് കൃതാർത്ഥനാവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ത്രിഗുണങ്ങളുടെ വികാസമാണ് ശരീരത്തെ സൃഷ്ടിക്കുന്നത്. ശരീരമാണ് താനെന്ന തോന്നലാണ് ബന്ധം. വിദ്യ മിഥ്യയായ ആ ഭ്രമത്തെ അകറ്റി ആത്മാനുഭൂതിയെ ഉണ്ടാക്കിത്തരും. അപ്പോൾ അവിടെ ചോദിക്കുകയാണ്, സത്വാദി ഗുണങ്ങളുടെ വികാരമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശാരീരിക ധർമ്മങ്ങളോട് ബന്ധപ്പെടാതെ ജീവിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ, ഏത് രൂപത്തിൽ അവരിയ്ക്കണു? ഇതൊന്ന് പറഞ്ഞു തരണം, എൻ്റെ സംശയങ്ങൾ തീർത്ത് അനുഗ്രഹിക്കണം. അന്ന് ഉദ്ധവൻ ചോദിച്ചപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, ഉദ്ധവ, ബദ്ധൻ മുക്തൻ എന്നീ വ്യവഹാരങ്ങൾ ഗുണങ്ങളെ അപേക്ഷിച്ച് പറയേണ്ടതാണ്. ഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. മായയാണ് ഉള്ളതായ ആ ആത്മസ്വരൂപത്തെ മറച്ച് മിഥ്യയായ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കണത്. അപ്പം അതുകൊണ്ട് എന്തു വേണം? ബദ്ധനും മുക്തനും എങ്ങനെയിരിക്കും? നിത്യമുക്തനായ ഈശ്വരനും നിത്യബദ്ധനായ ജീവനും തമ്മിലുള്ള ആ ബദ്ധരും മുക്തരുമായിട്ടുള്ള ജീവന്മാർ തമ്മിലുള്ളത് ഇങ്ങനെ ഭേദം രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ അതിൽ ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം ആദ്യം പറയാവുന്നതാണ്. ഒരേ സ്വരൂപത്തോടു കൂടിയ സ്നേഹിതരായ രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിൽ കൂടുകെട്ടി താമസിക്കുന്നു. അതിൽ ഒരു പക്ഷി ആ വൃക്ഷത്തിലെ പഴങ്ങൾ തിന്നുന്നു. സ്വാദുള്ള പഴങ്ങൾ തിന്നുമ്പോൾ സുഖവും കയ്പുള്ളത് തിന്നുമ്പോൾ ദുഃഖവും അനുഭവപ്പെടുന്നു. എന്നാൽ അന്യേച്ച മറ്റേ പക്ഷി എന്ത് ചെയ്യണു? നിരന്നോപി, ഒന്നും കഴിക്കുന്നില്ലെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നു. കൂടുതൽ ശക്തനാണ്, അതിനാൽ സുഖിയാണ്. ഇതുപോലെയാണ് ശരീരമാകുന്ന വൃക്ഷത്തിൽ ഹൃദയമാകുന്ന കൂട്ടിൽ ജീവനും ഈശ്വരനും രണ്ട് പക്ഷികളെ പോലെ താമസിക്കുന്നത്.
ഈശ്വരൻ എപ്പോഴും തൻ്റെ സ്വരൂപാനന്ദത്തിൽ മുഴുകിക്കഴിയുമ്പോൾ, ഈശ്വരൻ തന്നെയും ജീവനെയും അറിയുമ്പോൾ, ജീവൻ തന്നെയും ഈശ്വരനെയും അറിയുന്നില്ല. മുക്തരും ബദ്ധരുമായിട്ടുള്ള ജീവന്മാർ തമ്മിലുള്ള ഭേദം ഇനി പറഞ്ഞോളൂ എന്ന് ഉദ്ധവൻ പറഞ്ഞപ്പോൾ അതാണ് പിന്നീട് ഭഗവാൻ വിശദീകരിച്ച്. സ്വപ്നത്തിൽ നിന്നുണർന്ന ആൾക്ക് സ്വപ്നാനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിലും അതിൽ സത്യബുദ്ധിയില്ല. അതുപോലെ ശരീരത്തിലിരിക്കുമ്പോഴും താൻ ശരീരമാണെന്ന് അഭിമാനിക്കില്ല ജീവൻ മുക്തൻ. ശരീരം പോയാലും ശരീരാഭിമാനം ഉപേക്ഷിക്കില്ല ബദ്ധനായിട്ടുള്ള ജീവൻ. അതുകൊണ്ടാണ് പുനർജന്മം വേണ്ടി വരുന്നത്. കാതിൽ കേൾക്കാനും, ത്വക്കിൽ സ്പർശിക്കാനും, കണ്ണിൽ കാണാനും, നാവിൽ സ്വാദറിയാനും, മൂക്കിൽ വാസനിക്കാനുള്ള ശക്തികളാണ് ഇന്ദ്രിയങ്ങൾ. ഇത് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ശബ്ദാദി വിഷയങ്ങൾ തമോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മനസ്സ് സത്വഗുണത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളും ശബ്ദാദി വിഷയങ്ങളും മനസ്സും കൂടി എന്തു ചെയ്യണു? ആ ആത്മാവിനെ മറയ്ക്കണു. അപ്പോൾ ഓരോ പ്രവൃത്തിയും, ശരീരത്തിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും പ്രവർത്തികൾ ബദ്ധൻ്റെയും മുക്തൻ്റെയും ഒരുപോലെ തോന്നുമെങ്കിലും ആന്തരമായി അവയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. വായു, തീപ്പൊരികൾ, ജലബിന്ദുക്കൾ, മൺതരികൾ ഇതൊക്കെ ആകാശത്തെ ആശ്രയിച്ചു നിൽക്കണു. എങ്കിലും അതുകൊണ്ട് ആകാശം മലിനപ്പെടാത്തതുപോലെ, അന്തരീക്ഷത്തിലെ സുഗന്ധമോ ദുർഗന്ധമോ വായുവിനെ ബാധിക്കാത്തതുപോലെ, തൻ്റെ പ്രകാശത്തിൽ നടക്കുന്ന പുണ്യപാപങ്ങൾ സൂര്യനെ സ്പർശിക്കാത്തതുപോലെ, ശരീരേന്ദ്രിയ മനസ്സുകളുടെ പ്രവർത്തനം നടക്കുമ്പോഴും ആകാശത്തെ പോലെ നിർലേപനായി, വായുവിനെ പോലെ നിസ്സംഗനായി, സൂര്യനെ പോലെ സർവസാക്ഷിയായി ഭഗവാൻ മിന്നിത്തിളങ്ങണു, അല്ലെങ്കിൽ മുക്തൻ മിന്നിത്തിളങ്ങണു. പ്രാണൻ, ഇന്ദ്രിയങ്ങളെ, മനസ്സ്, ബുദ്ധി ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ തൻ്റേതല്ല എന്ന് ഉറപ്പിക്കണു. അപ്പം ചോദിച്ചു എങ്ങനെയാണ്? ഇപ്പം ചില ആളുകൾ വേദങ്ങൾ മുഴുവൻ പഠിച്ച് വ്യാഖ്യാനിക്കും, അത് പ്രവചനം നടത്തലൊക്കെ പ്രവചനരായിത്തീരും. എന്നിട്ടും അവർക്ക് പരബ്രഹ്മത്തെ അറിയാനുള്ള കഴിവുണ്ടാവണില്ല. പാലില്ലാത്ത പശുവിനെ പോറ്റി വളർത്തുന്നത് പോലെയാണ് ഇത് എന്നാണ്. വേദപാണ്ഡിത്യം നേടാനുള്ള പരിശ്രമം വെറും ക്ലേശത്തിന് മാത്രം. പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞു, കറവയില്ലാത്ത പശു, ചാരിത്രമില്ലാത്ത ഭാര്യ, സ്വാതന്ത്ര്യമില്ലാത്ത ശരീരം, ദുഷ്ടനായ പുത്രൻ, ധാർമ്മിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ധനം, ഈശ്വരനായ എൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കാത്ത വാക്കുകൾ, ഇതൊക്കെ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് നമ്മളെ തള്ളിയിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ശരീരത്തെ താനെന്നുള്ള ചിന്തയിൽ നിന്ന് മാറ്റണം എന്നും അവിടെ സൂചിപ്പിക്കുന്നു. പ്രകൃതിക്ക് അതീതനായ പരമപുരുഷനാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയണം. ഇതൊക്കെയാണെങ്കിലും ഭഗവാൻ ഭക്തിയുടെ പ്രാധാന്യത്തെ പ്രത്യേകമായിട്ട് ഉയർത്തി കാണിച്ചു. അവിടെ ഈശ്വരനായ എൻ്റെ കഥകളെ കേൾക്കുക, കീർത്തിക്കുക, തന്മയീഭാവം വന്ന് അത് അഭിനയിക്കുക, ധർമാർത്ഥകാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ ഈശ്വരപ്രീതിക്കായിട്ട് ആചരിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനസ്സ് നിർമ്മലമായിട്ട് തീരും. നിഷ്കളങ്ക ഭക്തി കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിക്കാൻ കഴിഞ്ഞാലും മനസ്സ് നിർഗുണബ്രഹ്മമാകുന്ന ആത്മാവിൽ ലയിച്ചൊന്നായി തീർന്ന് മുക്തനാവാം എന്ന് ചുരുക്കം. ജ്ഞാനത്തിലൂടെ മാത്രമല്ല ഭക്തിയിലൂടെയും സാധിക്കും എന്ന് കാണിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഈ സജ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സജ്ജനങ്ങൾ ആദരിക്കുന്ന ഭക്തിയുടെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എല്ലായ്പ്പോഴും ആത്മതത്വ ചിന്തനം ചെയ്യുന്ന, ധൈര്യം, വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മൃത്യു ഇതൊക്കെ ജയിച്ച് ആരിൽ നിന്ന് ബഹുമാനവും ആദരവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, എല്ലാവരിലും സ്നേഹവും കാരുണ്യവും കാണുന്ന, വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി ദീർഘദർശിത്വത്തോടു കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതൊക്കെ സജ്ജനങ്ങളുടെ ലക്ഷണമാണ്. എനിക്ക് ഭഗവാൻ പറയുകയാണ്, എന്നിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ, അങ്ങക്ക് ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങളെ പറഞ്ഞു തരാം. എൻ്റെ വിഗ്രഹങ്ങളെയും ഭക്തരെയും കാണുക, പൂജിക്കുക, നമസ്കരിക്കുക, എൻ്റെ ഗുണങ്ങളും ലീലകളും കീർത്തിക്കുക, ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ ശ്രദ്ധയുണ്ടാവുക, എൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കുക, ഭഗവാന്റെ ദാസനാണ് താൻ എന്ന ഭാവത്തോടെ തന്നെയും തൻ്റേതുള്ളത് മുഴുവൻ ഈശ്വരനായിട്ട് സമർപ്പിക്കുക. എൻ്റെ പ്രത്യേക ദിവസങ്ങളിൽ രാമനവമി, അഷ്ടവിരോഹിണി, അവതാര ദിവസങ്ങളൊക്കെ ആഘോഷിക്കുക. പാട്ട്, വാദ്യം, നൃത്തം ഇതൊക്കെ ക്ഷേത്രത്തിൽ തന്നെ വെച്ച് എന്നെ സേവിക്കുക. വാർഷികോത്സവങ്ങളിൽ എഴുന്നള്ളിപ്പ്, വിശേഷാൽ പൂജ എന്നിവ നടത്തുക. വേദങ്ങളിലും തന്ത്രങ്ങളിലും പറഞ്ഞ് ദീക്ഷ വരിക്കുക.
മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ടാണെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുക. ഇങ്ങനെ തൻ്റെ വർണ്ണത്തിലും ആശ്രമത്തിലും അഭിമാനിക്കാതെ ധാർമ്മികനെന്ന അഭിനയമാകുന്ന ദമ്പത്തെയും ആത്മപ്രശംസയും ഒഴിവാക്കി ഭഗവാന് സമർപ്പിച്ചത് പിന്നെ തൻ്റേതായി കരുതാതിരിക്കുക. മറ്റൊരു ദേവന് നിവേദിച്ചത് എനിക്ക് നിവേദിക്കാതിരിക്കുക. ഈ അനുഷ്ഠാനങ്ങൾ മനഃശുദ്ധി വർദ്ധിക്കും എന്നാണ്. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണർ, പശുക്കൾ, വിഷ്ണുഭക്തർ, ആകാശം, വായു, ജലം, ഭൂമി, ആത്മാവ് എന്ന് വേണ്ട സകല ജീവജാലങ്ങളിലും ഈശ്വരനായ എന്നെ പൂജിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. വേദമന്ത്രം കൊണ്ട് സ്തുതിച്ചുകൊണ്ട് സൂര്യനിൽ എന്നെ പൂജിക്കാം, അഗ്നിയിൽ ഹവിസ് കൊണ്ട് ഹോമിച്ച് എന്നെ പൂജിക്കാം, ബ്രാഹ്മണരെ അതിഥി സൽക്കാരം കൊണ്ട്, പശുക്കൾക്ക് പുല്ലു കൊടുത്തുകൊണ്ട് ഒക്കെ ഈശ്വരനെ ആരാധിക്കുകയാണ്. അപ്പോൾ വിഷ്ണുഭക്തനെ കണ്ടു കഴിഞ്ഞാൽ വീണ് നമസ്കരിക്കുക. ബുദ്ധി കൊണ്ട് സർവപ്രാണസ്വരൂപനെ ബുദ്ധി കൊണ്ടും വെള്ളത്തിൽ ജലം, പുഷ്പം, അക്ഷതം ഇതുകൊണ്ടും അർച്ചിക്കുക. ഭൂമിയിൽ പത്മമിട്ട് അതിൽ മന്ത്രവർണ്ണങ്ങൾ എഴുതി പൂജിക്കാം. ഏത് രൂപത്തിൽ വേണമെങ്കിലാവാം. അപ്പോൾ സൂര്യൻ മുതൽ സകല ജീവജാലങ്ങൾ വരെയുള്ള നേരത്തെ പറഞ്ഞ 11 സ്ഥാനങ്ങളിലും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പൂജിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? മനസ്സ് ശുദ്ധമാവും, സത്സംഗം സാധിക്കും, അതുവഴി ഈശ്വര സ്മരണയുണ്ടാവും, ഭക്തിയുണ്ടാവും എന്ന് പറഞ്ഞു. സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമായ എന്നെ സത്സംഗം കൊണ്ടുണ്ടാവുന്ന ഭക്തി കൊണ്ടല്ലാതെ അത്ര എളുപ്പത്തിൽ പ്രാപിക്കാൻ സാധിക്കില്ല, ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഉദ്ധവ, അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്, എൻ്റെ ദാസനാണ്, എൻ്റെ ഉത്തമ സുഹൃത്തുമാണ്. അതുകൊണ്ട് ആ സജ്ജന സംസർഗത്തിൻ്റെ മാഹാത്മ്യം ഞാനിനി അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. എന്താണ് സത്സംഗം എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ഈശ്വരനായ എന്നെ സുഗമമായി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല, സുഗമമല്ല. അപ്പോൾ രാക്ഷസന്മാർ, അസുരന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ എന്ന് വേണ്ട മനുഷ്യരിൽ വൈശ്യർ, ശൂദ്രർ, സ്ത്രീകൾ, ചണ്ഡാലന്മാർ തുടങ്ങി സ്വതവേ അർഹതയില്ലാത്തവർ കൂടി സത്സംഗത്തിൻ്റെ പ്രഭാവം കൊണ്ട് മുക്തരായി തീർന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ അവർക്ക് അർഹതയില്ല എന്ന് പറയുന്നത് അവർക്ക് അതിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ സജ്ജനങ്ങളുമായിട്ടുള്ള ചേരുന്നത് കൊണ്ട് അവരൊക്കെ അതിന് അർഹരായിട്ട് തീർന്നു. വൃത്രാസുരൻ, പ്രഹ്ലാദൻ, വൃഷപർവാവ്, മഹാബലി, ബാണൻ, മയൻ എന്നിവർ അസുരന്മാർ, വിഭീഷണൻ രാക്ഷസൻ, സുഗ്രീവൻ, ഹനുമാൻ, ജാമ്പവാൻ തുടങ്ങിയ വാനര ജാതിയിൽപ്പെട്ടവർ, ഗജേന്ദ്രൻ മൃഗജാതിയിൽപ്പെട്ടത്, ജടായുവും സമ്പാദിയും കഴുകന്മാർ, ഇങ്ങനെ ഓരോരുത്തരും, തുലാധരൻ എന്ന് പറയുന്ന വൈശ്യൻ, ധർമ്മവ്യാധൻ എന്ന കാട്ടാളൻ, മധുരയിലെ കുറിക്കൂട്ടുകാരി, അമ്പാടിയിലെ ഗോപികമാർ, യാഗം ചെയ്തിരുന്ന ആ ബ്രാഹ്മണരുടെ പത്നിമാർ, അവർ വേദം പഠിക്കുകയോ ഗുരുകുലവാസം ചെയ്യുകയോ വ്രതങ്ങളോ തപസ്സോ അനുഷ്ഠിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവർക്കൊക്കെ തന്നെ എന്തുകൊണ്ടാ സജ്ജന സംസർഗം, ഭക്തി കൊണ്ട് അവർക്ക് മുക്തി നേടാൻ സാധിച്ചു. അപ്പോൾ യോഗം, സാഖ്യം, വേദപാരായണം, സന്യാസം ഇതുകൊണ്ട് പോലും വളരെ യത്നിച്ചാലും പ്രാപിക്കാൻ പ്രയാസമായ എന്നെ സത്സംഗത്തിലൂടെ അവർ നേടിയെടുത്തു. അക്രൂരിനൊരുമിച്ച് ഞാൻ മധുരയിലേക്ക് പോയതോടെ എന്നെ ഗാഠമായി സ്നേഹിച്ചിരുന്ന ഗോപികമാർ എൻ്റെ വിരഹം കൊണ്ടുള്ള തീവ്ര ദുഃഖം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നിലും താല്പര്യമില്ലാതെ അവർക്ക് വിരക്തി വന്നു എന്നാണ്. പ്രിയതമനായ ഞാനൊന്നിച്ച് രാസക്രീഡയിൽ ഓരോ നിമിഷം പോലെ അനുഭവപ്പെട്ടിരുന്ന രാത്രികൾ സമീപത്തിലില്ലാതെ വന്നപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി. സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന നദികൾ അവരുടെ പേരും ആകൃതിയും ഒക്കെ മാറി സമുദ്രമായിട്ട് അങ്ങോട്ട് തീരില്ലേ, ഇതേപോലെയാണ് ഗോപികമാരുടെ മനസ്സ്. അവർ ഗോപികളാണെന്നുള്ള ഭാവം പോലും അവർ വിട്ടുപോയി, തന്മയീഭാവം വന്നു എന്നാണ്. അവർ സ്നേഹിച്ചത് കൃഷ്ണനെയാണെങ്കിലും പ്രാപിച്ചത് ബ്രഹ്മത്തെയാണ്. കാരണം എന്താ? സമുദ്രം തിരമാലയായി തോന്നപ്പെടുമെങ്കിലും ബ്രഹ്മം തന്നെയാണ് കൃഷ്ണനായിട്ട് വിളങ്ങുന്നത്. തിരമാലയെ പ്രാപിക്കുന്ന നദിയും എത്തിച്ചേരേണ്ടത് എവിടെയാ? സമുദ്രത്തിൽ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതുകൊണ്ട് വേദത്തിലും സ്മൃതിയിലും നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മങ്ങളെയും മനഃശുദ്ധിക്കുള്ള പ്രവൃത്തിധർമ്മത്തെയും മനസ്സടങ്ങാനുള്ള നിവൃത്തിധർമ്മത്തെയും ഇതുവരെ കേട്ടതിനെയും ഇനി കേൾക്കണമെന്ന ആഗ്രഹത്തെയും ഉപേക്ഷിച്ച് എന്നെ സർവാത്മന ശരണം പ്രാപിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഉപദേശം ആരംഭിച്ചപ്പോൾ പറഞ്ഞു വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ വേണമെന്ന്. ഇപ്പോൾ പറയണു എല്ലാം ഉപേക്ഷിക്കണമെന്ന്. അപ്പോൾ ഒരു സംശയമായല്ലോ, അതെന്താ ഭഗവാനെ അങ്ങനെ?
അപ്പോൾ പറഞ്ഞു മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ധർമ്മം ആചരിക്കാൻ പറഞ്ഞത്. ശുദ്ധമായി തീർന്ന മനസ്സ് ആത്മാവിൽ അടക്കണമെങ്കിൽ ശരീരമാണ് താനെന്ന തോന്നലില്ലാതെയാവണം. അപ്പോൾ ശരീരമാണ് താനെന്ന തോന്നലില്ലാതെയാവണമെങ്കിൽ കർമ്മവിമുക്തി ഉണ്ടാവണം. അത് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അതാതിന്ദ്രിയങ്ങളുടെ വ്യാപാര രൂപേണ പ്രകാശിക്കുന്നതും പരമാത്മാവായ ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കുക. കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, ജ്ഞാനേന്ദ്രിയങ്ങളുടെ വ്യവഹാരങ്ങൾ, സങ്കല്പിക്കൽ, അറിയൽ, അഭിമാനിക്കൽ എന്നിങ്ങനെ മനസ്സിൻ്റെ പ്രവൃത്തികൾ, ബുദ്ധി, അഹങ്കാരം, പ്രാണൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരമാത്മാവായ ഭഗവാനാണ് എന്ന ബോധത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പറയുന്നു. കർമ്മത്തിൽ നിന്നുണ്ടായ, കർമ്മം കൊണ്ട് നിലനിൽക്കുന്ന ഈ സംസാരവൃക്ഷം കാമികൾക്ക് ലൗകികവും സ്വർഗീയവുമാകുന്ന സുഖങ്ങളാകുന്ന പുഷ്പങ്ങളെയും വിരക്തന്മാർക്ക് മോക്ഷമാകുന്ന ഫലത്തെയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചു. വാസ്തവത്തിൽ പരമാത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നറിയാം. പലതായി തോന്നപ്പെടുന്ന പ്രപഞ്ചം മായാമയമാണ്, സ്വർണം ആഭരണങ്ങളായി തോന്നുന്നത് പോലെയാണ് ഇത് എന്ന് വീണ്ടും ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുത്തു. ഈ ജ്ഞാനം അത് വന്നു കഴിഞ്ഞാൽ മനസ്സടങ്ങി വാസ്തവ രൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും. അതാണ് ഈശ്വരപ്രാപ്തിക്കുള്ള അനുഷ്ഠാനം എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഈശ്വരപ്രാപ്തിയെ പ്രതിപാദിക്കുന്ന സാത്വികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ പഠിക്കുക, ശുദ്ധമായ സാത്വികമായിട്ടുള്ള ജലം കുടിക്കുക, ആധ്യാത്മികരായിരിക്കുന്ന സാത്വികരോട് മാത്രം ബന്ധപ്പെടുക, സാത്വിക ദേശങ്ങളിൽ താമസിക്കുക, പ്രഭാതം മുതൽ അനുകൂലമായ സാത്വിക കാലത്തെ സാധനകൾ അനുഷ്ഠിക്കുക, അങ്ങനെ വേണം എന്നാണ്. അപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങളിൽ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും വിജയിച്ച് അങ്ങനെ ആ നിർഗുണഭാവത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വിഷയങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിവേകമില്ലാത്ത ജീവന് ആത്മസ്വരൂപത്തെ വിസ്മരിച്ച് ശരീരമാണ് താനെന്ന് തോന്നലുണ്ടാവും. ദേഹാഭിമാനം വളരുമ്പോൾ സാത്വികമായ മനസ്സിൽ രജോ ഗുണം വ്യാപിക്കും. രജോ ഗുണം ബാധിക്കുന്ന മനസ്സിൽ സങ്കല്പങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പം ചിലത് നല്ലതും ചിലത് ചീത്തയാണെന്ന് തോന്നും. അത് രജോ ഗുണത്തിന് അടിമപ്പെട്ടു എന്നുള്ളത് കാരണം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എന്തു വേണം? ആ വിവേകം ഉണ്ടാക്കിയെടുക്കണം. ക്ഷീരനീര വിവേകിയാവണം എന്ന് പറയുന്നു. ബുദ്ധിയെ എല്ലാ വിഷയത്തിൽ നിന്നും പിൻവലിച്ച് ആത്മാവായ തന്നിൽ ദൃഢമായി ഉറപ്പിക്കുന്നതാണ് ഈ യോഗം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഈ യോഗത്തെയാണ് ഞാൻ പണ്ട് എൻ്റെ ശിഷ്യരായ സനകാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവൻ ചോദിച്ചു, അങ്ങ് ഏത് രൂപത്തിലാണ് അവരുടെ മുമ്പിൽ എത്തിയത്? ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മദേവൻ്റെ മനസ്സിൽ നിന്നുണ്ടായ സനകാദി യോഗീശ്വരന്മാർ. അപ്പോൾ സനകാദി യോഗീശ്വരന്മാർ ഒരു ദിവസം ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബുദ്ധി ഗുണകാര്യങ്ങളായിരിക്കുന്ന ശബ്ദാദി വിഷയങ്ങളിൽ എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സത്വാദി ഗുണങ്ങൾ ഉണ്ടാകുന്നത് ബുദ്ധിയിൽ നിന്നാണ്. ബുദ്ധി ഗുണങ്ങളോടും ഗുണങ്ങൾ ബുദ്ധിയോടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ബുദ്ധിയിൽ നിന്ന് സത്വരജസ്തമോ ഗുണങ്ങളെ അകറ്റിയാലല്ലേ മുക്തനായി തീരാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിയും ഗുണങ്ങളും അന്യോന്യം ആശ്രയിച്ചിരിക്കെ എങ്ങനെയാണ് ബുദ്ധിയെ നിന്ന് ഗുണങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുക? അപ്പോൾ ബ്രഹ്മദേവൻ കർമ്മവാസനകളെ കൊണ്ട് ആകെപ്പാടെ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിച്ചില്ല. ഭഗവാൻ പറഞ്ഞു, അപ്പോൾ ബ്രഹ്മദേവൻ എന്നെ സ്മരിച്ചു, ഞാൻ അവരുടെ മുമ്പിൽ ഹംസമായി അവതരിച്ചു. അപ്പം സനകാദി യോഗീശ്വരന്മാരെ എന്നോട് ചോദിച്ചു, അങ്ങ് ആരാണ് എന്നാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം എന്താ ഞാൻ മറുപടി പറയുക? സ്വർണത്തെ അറിഞ്ഞവനെ എല്ലാ ആഭരണങ്ങളും സ്വർണമായി കാണാൻ കഴിയില്ലേ? അതുപോലെ ആത്മസ്വരൂപത്തെ അറിഞ്ഞാൽ എല്ലാവും ആത്മാവ് തന്നെയല്ലേ? അതുകൊണ്ട് ആത്മാവെന്ന രീതിയിൽ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല. ഇനി ശരീരത്തെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എല്ലാ ശരീരവും ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തെ അറിഞ്ഞാൽ എല്ലാ ശരീരത്തെയും പഞ്ചഭൂതങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഗുണകാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കും തോറും വാസന ദൃഢപ്പെട്ട് ബുദ്ധി വീണ്ടും വിഷയങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കും. വിഷയങ്ങളും ബുദ്ധിയിൽ വാസനാരൂപേണ വളർന്നു വരുന്നു. വിഷയങ്ങളും ബുദ്ധിയും പരസ്പരം പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഗുണങ്ങളും ബുദ്ധിയും ആത്മാവല്ല, ആത്മാവായ തൻ്റെ ദൃശ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ബുദ്ധിയിലുണ്ടാകുന്ന 3 വൃത്തികളാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളും അവയിലെ അനുഭവങ്ങളും തൻ്റേതാണെന്ന് തോന്നലാണ് ബന്ധം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് താനെന്ന ബോധത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിയെയും ബുദ്ധിവൃത്തികളായ 3 അവസ്ഥകളെയും വിജയിക്കാൻ സാധിക്കും. യുക്തിപൂർവമായ വിചാരം കൊണ്ട് നാനാത്വബോധം നീങ്ങാതിരിക്കുന്ന കാലത്തോളം സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന ജാഗ്രത എന്നതുപോലെ ഉണർന്നിരിക്കുമ്പോഴും ജീവൻ അജ്ഞാനേന്ദ്രിയയിൽ മുഴുകിക്കഴിയുകയാണ് ചെയ്യണത്. കയറിൽ പാമ്പ് എന്നതുപോലെ അജ്ഞാനം കൊണ്ട് ആരോപിതമാണ് ബുദ്ധി എന്ന് പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇവിടെ സാധാരണ നമ്മളൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പറയുമല്ലോ, ഇന്ന് സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഉറക്കത്തിൽ അനുഭവിക്കുന്നത് ആരാണ്? ഈ 3 അവസ്ഥകളിലും അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിലും അവയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവിന് മാറ്റമില്ല. അത് ആ അറിവാണ് ഈശ്വരൻ എന്ന് പറയുന്നു. തെറ്റായ ബോധത്തെ ജനിപ്പിക്കുന്ന അഹങ്കാരത്തെ നശിപ്പിക്കണം, മനസ്സിനെ അചഞ്ചലമാക്കണം. രാത്രി കുറേ അകലെ നിന്ന് ഒരാൾ ഇരുട്ടത്ത് തീക്കൊള്ളി ഇങ്ങനെ വട്ടത്തിൽ ചുഴറ്റിക്കഴിഞ്ഞാൽ ഒരു തീച്ചക്രം പോലെ കാണുന്ന ആളുകൾക്ക് തോന്നും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ചലനം കൊണ്ടാണ്. സത്യത്തിൽ അത് ഒരു തീക്കൊള്ളി മാത്രമാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ മുനിമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് സാഖ്യത്തിൻ്റെയും യോഗത്തിൻ്റെയും സാരസർവസ്വമാണ്. നിങ്ങൾക്ക് ധർമ്മോപദേശം ചെയ്യാനായി വന്ന വിഷ്ണു ഭഗവാനാണ് ഞാൻ. യോഗം, സാഖ്യം, സമദർശനമാകുന്ന സത്യം, പരമാർത്ഥ ഭാഷണമാകുന്ന ഋതം, തേജസ്, ശ്രീത്വം, കീർത്തി, ഇന്ദ്രിയ നിഗ്രഹം, ഇതുകൊണ്ടെല്ലാം എത്തിച്ചേരേണ്ടതായിട്ടുള്ള പരമപ്രാപ്യ സ്ഥാനം ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിലും എന്നെ കാണുകയാണ് വേണ്ടത്. ഉദ്ധവ, ഇങ്ങനെ എൻ്റെ ഉപദേശം കൊണ്ട് സംശയം തീർന്ന സനകാദി മഹർഷിമാർ ഭക്തിയോടുകൂടി എന്നെ സ്തുതിച്ചു. ഞാൻ അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് എൻ്റെ സ്ഥാനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഉദ്ധവോപദേശത്തിൽ ഇന്ന് അനുസ്മരിക്കുന്നത്. നാളെ ഭക്തിയോഗ എന്താണ് എന്ന ഉദ്ധവൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയോട് കൂടിയിട്ടാണ് നമുക്ക് ഭഗവാന്റെ ആ ഉപദേശം ആരംഭിക്കാൻ സാധിക്കുക. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്താഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.